മനുഷ്യമ്മൊക്കെ കിട്ടി. മിണ്ടാതിരുന്ന് കയ്യും കെട്ടിയിരുന്നു സുഖഭോഗത്വത്തിൽ അങ്ങനെ മുഴുകി ഇരുന്ന ഇയാൾക്ക് എന്ത് കർമ്മമാണുള്ളത്? അമ്പലത്തിൽ പോകണം, ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, നാമം ജപിക്കണം, കഴിവുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ നല്ല ആത്മീയ കാര്യങ്ങളൊക്കെ ഉണർത്തി ഉണ്ടാക്കണം. ഇതൊക്കെ നമ്മുടെ ദൗത്യമാണ്. അപ്പം അങ്ങനെയുള്ള ഭക്തി, അതാ പറഞ്ഞ 5 കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? ഒരു ഭാരതീയനായി ജനിച്ച ഒന്ന്, ഹിമാലയം ഒരിക്കൽ ദർശിക്കാം. ഹിമാലയം എന്താണ്? പുണ്യ ദേവഭൂമിയാണ്. അതവിടേക്കാണ്ട് കയറിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? അവിടെ അതായത് നമ്മൾ ക്ഷേത്രം ഉണ്ടല്ലോ, മഹാദേവ ക്ഷേത്രം ഉണ്ട് അവിടെ. അപ്പോൾ ആ കേദാറും ബദരി, ഭാഗവതത്തിലെ എത്ര പേരാണ് ബദരി പോയ? ശബരിയോടും പറഞ്ഞാൽ എന്താ? ബദരി പോവാനാ അല്ലേ? ആ ഹേമ പോയത് എവിടേക്കാ? ബദരിയിലേക്കാ. ഉദ്ധവർ പോയത് എവിടേക്കാ? ബദരിയിലേക്കാ. അപ്പോൾ ആ ബദരി കേദാറൊക്കെ ഒന്ന് കണ്ടാൽ മനസ്സിലാവും ഒന്നുമല്ല. ഇതൊക്കെ വല്ല വെള്ളപ്പൊക്കം വരാനും ഒഴുകി പോകാനുള്ള സ്ഥലങ്ങളാണ് അല്ലേ? എന്നാൽ ശാശ്വതമായൊരു സത്യം അതാ കൈലാസം പരിസരം ഹിമാലയമുണ്ട്. അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമനഗാതിരാജ പൂർവാപരോതോയ നിധിവഗാഹ്യ സ്ഥിതപൃഥിവ്യാമിവ മാനദണ്ഡ. ഉത്തരസ്യാം ദിശി, നമുക്കിന്ന് വിഷയം കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനോടനുബന്ധിച്ച് കുറച്ചുകൂടി പറയാത്തിട്ടാണ്. കാരണം സമുദ്ര ലംഘന ചിന്തയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉത്തരസ്യാം ദിശയിൽ എന്താണ്? ഈ ഭൂമിയുടെ അച്ചുതണ്ടെന്ന മട്ടിൽ ദേവതാത്മാവായി വർത്തിക്കുന്ന ഒന്നാണ് ഏത്? ഹിമാലയം. അത് ദിവ്യരൂപം പൂണ്ട് മനുഷ്യരൂപം പൂണ്ട കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ആ ഹിമാലയത്തിൻ്റെ പുത്രിയാണ് ആര്? പാർവതീദേവി, മേനകയുടെയും ഹിമവാന്റെയും. അപ്പോൾ ഇവർക്കൊക്കെ ദേവതാ സ്വരൂപമുണ്ട്. രൂപെടുക്കാൻ പറ്റും. എല്ലാ പർവ്വതങ്ങളും പണ്ട് സഞ്ചരിച്ചിരുന്നു. മൈനാകത്തിൻ്റെ കഥ ഇപ്പോൾ നിങ്ങൾ വരാൻ പോണേ ഉള്ളൂ അല്ലേ? സമുദ്ര ലംഘന സമയത്താണ്. അപ്പോൾ മൈനാകമാരുടെ പുത്രനാ, ഹിമവാന്റെ പുത്രനാണ്, പർവ്വതമാണ്. ഈ 100 യോജന സമുദ്രത്തിൽ മൂപ്പര് ഒളിച്ചു കിടക്കുന്നുണ്ടോ? അവിടെ കിടക്കുക. എന്താ കാരണം? പണ്ട് പർവ്വതങ്ങൾക്കൊക്കെ ചിറകുണ്ടായിരുന്നു. അവർ തോന്നും പ്രകാരമായിട്ട് യാത്ര തുടങ്ങി അല്ലേ? അപ്പോൾ പോയി എവിടെയെങ്കിലും പോയിട്ട് അവിടെ ഇരിക്കും. അവിടെ ഇരിക്കുമ്പോഴോ സമസ്ത ജീവജാലങ്ങളും അതിനാൽ അവിടെ ഉള്ളതൊക്കെ നശിക്കാൻ തുടങ്ങി. അത് ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ ദേവേന്ദ്രൻ ചിറകറ്റ് മുറിച്ചതാണെന്നാണ് പറഞ്ഞു. ആ മുറിച്ച എല്ലാ പർവ്വതങ്ങളുടെയും ചിറക് മുറിച്ചപ്പോൾ മൈനാകം എന്ത് ചെയ്തു? ഓടിപ്പോയി സമുദ്രത്തിൽ പോയി ഒളിച്ചു. അപ്പോൾ ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാരെ? സമുദ്രവും മൈനാകവും തമ്മിൽ സാഗരം അല്ലേ? സാഗരം എന്ന പേര് വന്നതിൻ്റെ കഥയൊക്കെ വിസ്തരിച്ച് കേൾക്കാൻ ഇവിടെ. അപ്പോൾ സഗരന്മാരാണ്. സഗരൻ എന്ന് പറയുന്ന ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം 100 യാഗം ചെയ്തു. 100ാമത്തെ യാഗം പൂർത്തിയാക്കാൻ ദേവേന്ദ്രൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആ ഹോമപശുവിനെ കൊണ്ടുപോയി കപില മഹർഷിയുടെ ആശ്രമത്തിൽ കെട്ടി അദ്ദേഹത്തിൻ്റെ 100 പുത്രന്മാർ കൊട്ടവും ഘോഷക്കായിട്ട് പോയിട്ട് കപിലാശ്രമത്തിലേക്ക് പോയതാണ്. അദ്ദേഹം ഏകാന്തമായ തപസ്സാ. ഈ ഘോഷം കേട്ട് അദ്ദേഹം കണ്ണൊന്ന് വീഴ്ച നോക്കി, ഇതിപ്പോൾ ആരാ ഈ ചെയ്യുന്നതെന്ന്. അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല. പശുവിനെ കൊടുന്ന് കെട്ടിയത് പറഞ്ഞിട്ടില്ല, ആകാശത്തെ കൊടുന്ന് കെട്ടിയത് പറഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. കണ്ണു വീഴ്ച നോക്കിയതും ആ സകരപുത്രന്മാരൊക്കെ മരിച്ചുപോയി, ഭസ്മായിപ്പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് അവർക്കൊന്നും ഗതി കിട്ടാതെ കണ്ട് ഇവരെ എങ്ങനെ ഗതിയുള്ളവരാക്കി തീർക്കുമെന്ന് കരുതി കുറേ ആളുകൾ വിഷമിച്ചു. അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട അംശുമാൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഇതിന് പരിഹാരം കപില മഹർഷി പറഞ്ഞത് എന്താ? സ്വർലോകത്തുള്ള ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് അതിൻ്റെ തീരത്ത് പോയി തർപ്പണം ചെയ്യണം, എന്നാലേ ജീവന്മാർക്ക് ഗതി കിട്ടും. എളുപ്പമാണോ? ഇല്ല. എങ്ങനെ ഈ ഗംഗ ഉണ്ടായ സ്വർഗത്തിൽ? വാമനമൂർത്തിയായി ഭഗവാൻ അവതരിച്ചു അല്ലേ? മഹാബലി അസുരന്മാരുടെ ദുഷ്ടത വർദ്ധിച്ചപ്പോൾ അവരെ ഉന്മൂലനാശം ചെയ്യാനായി വാമനമൂർത്തിയായി 7 വയസ്സ് പ്രായത്തിലുണ്ടായ ശിശു അങ്ങ് വളർന്നു അല്ലേ? ത്രിവിക്രമനായി. അങ്ങനെ അദ്ദേഹത്തിന് മഹാബലിയിൽ നിന്ന് കിട്ടിയ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ 1-2 അടി കൊണ്ട് എല്ലാം അളന്നു. 3ാമത്തെ അടി അളക്കാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ ആ പാദം അങ്ങനെ വളർന്ന് എവിടെ എത്തിയത്രേ? ബ്രഹ്മലോകത്തെത്തി. ബ്രഹ്മാവ് അവിടെ നിന്ന് ചിന്തിക്കുക, ആരുടെ ഇപ്പോൾ ഒരു കാലും ഇങ്ങോട്ട് വരണമെന്ന്. നോക്കുമ്പോൾ എന്താ? ഭഗവാന്റെ കാലാണ്. യോഗീന്ദ്രാണാം തുതങ്കേഷധികസുമധുരം മുക്തിഭാജാ നിവാസോ ഭക്താനാങ്കാമവർഷദ്യുതരുകിസലയം നാഥാത്തേ പാദമൂലം. വെറും പാദമല്ല അത്. യോഗീന്ദ്രന്മാരും ഋഷീവര്യന്മാരൊക്കെ അധിവസിക്കുന്ന സ്ഥലമാണ്. പിന്നെ മുക്തി പ്രാപിച്ചവരൊക്കെ എവിടെ ഇരിക്കുക? ഭഗവാന്റെ കാലില പാദത്തിലായിരിപ്പ്. അങ്ങനത്തെ പാദം അപ്പോൾ എവിടേക്ക് വരണേ?
ഇതാ സത്യലോകത്തേക്ക് വരുന്ന, ബ്രഹ്മാവിൻ്റെ ലോകത്തേക്ക് വരുന്ന ബ്രഹ്മാവിന് കാര്യം മനസ്സിലായി. വേഗം അദ്ദേഹം തൻ്റെ കമണ്ടലുവിലുണ്ടായിരുന്ന വെള്ളമെടുത്ത് ആ പാദം അങ്ങോട്ട് കഴുകി. ആ കഴുകിയ തീർത്ഥജലം അങ്ങോട്ട് ഒഴുകി പോന്നു. അതാണെന്ത്? ഗംഗ. അവിടെ അങ്ങനെ നിൽക്കുകയായിരുന്നു അവിടെ. അപ്പോഴാണ് ഈ സകരപുത്രന്മാർക്ക് ഗതിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ കപില മഹർഷി പറഞ്ഞു, ആ ഗംഗയെ ഇങ്ങോട്ട് കൊണ്ടുവരിക ഭൂമിയിലേക്ക്. ആർക്ക് സാധിക്കും? അതിന് ഭഗീരഥ പ്രയത്നം തന്നെ വേണം അല്ലേ? അപ്പം അതുകൊണ്ട് അതിനുള്ള ശ്രമം പലരും നോക്കിയെങ്കിലും സാധിച്ചില്ല. അപ്പം അതിന് മഹാദേവൻ തന്നെ മനസ്സ് വയ്ക്കണം. മഹാദേവൻ ഈ ഗംഗയുടെ പതനത്തെ താങ്ങും. അപ്പം അങ്ങനെയെങ്കിൽ മഹാദേവനെ പ്രീതിപ്പെടുത്തണം. അപ്പം അതിൽ ഭഗീരഥൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായി. അദ്ദേഹം ഇനി എന്തായാലും തൻ്റെ പൂർവികർക്ക് ഗതി കൊടുത്തേ ഇനി താൻ ഭൂമിയിൽ ഇരിക്കുമോ എന്ന് നിശ്ചയിക്കുന്നു. അങ്ങനെ ഭഗീരഥൻ അഥവാ തപസ് ചെയ്ത് മഹാദേവനെ പ്രീതിപ്പെടുത്തി പ്രത്യക്ഷനാക്കി. അപ്പോൾ മഹാദേവനോട് ഗംഗാദേവിയോടും ഒക്കെ അഭ്യർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ഗംഗാദേവി മഹാദേവൻ്റെ ശിരസിൽ പതിച്ച് ഭൂമിയിൽ ഒഴുകാമെന്ന് സമ്മതിക്കുകയും, എന്നിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ലേ? മഹാദേവൻ്റെ തലയിൽ വീണ് ഭൂമിയിലേക്ക് വീണിട്ട് പോലും അങ്ങോട്ട് പോയി കുത്തി ഒഴുകിയെല്ലാം ഒഴുകി. ജാനവി എന്ന് പറയുന്ന ഒരു മഹർഷി തപസ് ചെയ്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശ്രമം അദ്ദേഹം ഒക്കെപ്പാടെ വെള്ളത്തിൽ കൂടെ കൊണ്ട് ഒഴുകി. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം എന്താ ചെയ്ത്? ആ ഗംഗയെ അങ്ങോട്ട് കുടിച്ചാണ്ട് പറ്റിച്ചു. അപ്പം എന്തായി? കണ്ട അധ്വാനമൊക്കെ ചെയ്തിട്ടും നിഷ്ഫലമായി അല്ലേ? അവസാനം എല്ലാവരും ഇടപെട്ടുകൊണ്ട് അദ്ദേഹം അങ്ങ് കുടിച്ച തീർത്ഥത്തെ ചെവിയിലൂടെ അങ്ങ് പുറത്തേക്ക് വിട്ടുവെന്നാണ്. അങ്ങനെ ഗംഗാനദിക്ക് ഒരു പര്യായ രൂപം ഉണ്ടായി. എന്താണത്? ജാഹ്നവി. അപ്പം ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ആ ഹിമാലയം ഒന്ന് ദർശിക്കാം. പഞ്ചകർത്തവ്യങ്ങൾ ഞാൻ പറഞ്ഞത് അല്ലേ? പിന്നെന്താണ്? ഗംഗയിലൊന്ന്, അങ്ങനെയൊക്കെയുള്ള പുണ്യനദിയാണത്. അപ്പോൾ ഗംഗാനദി കുറേയൊക്കെ പവിത്രീകൃതമായിട്ടുണ്ട് അല്ലേ? അപ്പം അതൊന്ന് കാണേണ്ടത് തന്നെ. ആ ഗംഗയിലൊന്ന് സ്നാനം ചെയ്യാം. പിന്നെയോ മഹാഭാരതം ഒരിക്കലെങ്കിലും വായിക്കാം. 1.25 ലക്ഷം ശ്ലോകമുള്ള വ്യാസകൃതമായിട്ടുള്ള മഹാഭാരതം നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. ആ മഹാഭാരതത്തിൽ ധർമ്മത്തിനു വേണ്ടി അടരാടി ആ കൗരവംശത്തിന് ഏറ്റിട്ടുള്ള എല്ലാ പരാജയങ്ങളും നാശങ്ങളും കണ്ടുപഠിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ യഥോ ധർമ്മസ്തോ ജയ അല്ലേ? ധർമ്മമുള്ളിടത്തെ വിജയമുണ്ടാകും. അപ്പോൾ അത് ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. ഇത് നമ്മൾ ഒരിക്കലെങ്കിലും എന്നും വായിക്കാൻ പറ്റില്ല, എന്നാലും വായിക്കുന്നവർ പണ്ടുണ്ടായിരുന്നു. പ്രാതർദ്യോതപ്രസംഗേന മധ്യാഹ്നേ ശ്രീസേവത രാത്രൗ ചോരപ്രസംഗേന കാലം നയതി പണ്ഡിത. അതായത് രാവിലെ മഹാഭാരതം വായിക്കും, ഉച്ചയ്ക്ക് രാമായണം വായിക്കും, രാത്രി ചോരപ്രസംഗം. ആരാ ചോരനാരാ? കൃഷ്ണൻ്റെ കഥ അല്ലേ? ഭാഗവതം വായിക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ട് കേരളീയർ കഴിഞ്ഞിരുന്നത്. നമ്മുടെ കേരളീയരെ കുറിച്ച് പരദേശികളായവർക്ക് വലിയ ബഹുമതിയായിരുന്നു. എന്താ കാരണം? അവരിങ്ങനെയൊക്കെ കാലം കഴിക്കുന്നത് ആധ്യാത്മിക കാര്യങ്ങളിൽ വ്യാപൃതരായിട്ടാണ് എന്നുള്ളൊരു ബഹുമതി. അതാണ് കേരള മണ്ണിൻ്റെ പ്രത്യേകതയും പ്രകൃതി രമണീയത അല്ലേ? പച്ചയാം വിരിപ്പിട്ട് സഖ്യനും സ്വച്ഛാബ്ദി മണൽത്തിട്ടും പാദോപദാനം പൂണ്ട് കിടക്കുന്ന കേരള ഭൂമിയുടെ പ്രകൃതി രമണീയത അതിലുപരി പുണ്യഭൂമിയാണ് അല്ലേ? തെക്ക് കന്യാകുമാരി, വടക്ക് ഗോകർണാന്തമായി, തെക്ക് വടക്ക് നീളെ അന്യോന്യം അംബാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. തെക്ക് കന്യാകുമാരി ദേവി പാർവതി, വടക്ക് ഗോകർണേശൻ മഹാദേവൻ. രണ്ടുപേരും പരസ്പരം അവരുടെ കടാക്ഷങ്ങൾ ഇതാ സദാ പ്രയോഗിച്ചുകൊണ്ട് പുണ്യമേറ്റ് കിടക്കുന്ന സ്ഥലമാണ് ഭൂമി കേരളം. അതിൽ ജനിക്കാൻ തന്നെ സുഹൃതം കൊണ്ടാണ്. നമ്മളൊന്നിൻ്റെയും വില അറിയാതെ ജീവിച്ചു പോയി തുടങ്ങിയല്ലേ? അപ്പം അതുകൊണ്ട് അതാ മഹാകവി പാടിയത് എന്ത്? വള്ളത്തോൾ പറഞ്ഞു, ഭാരതം എന്ന പേർ കേട്ടാൽ തന്നെ എന്തു വേണം? അഭിമാനപൂരിതമാകണം. എന്നാലോ കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക്. അതാണ് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം, ഹൈന്ദവ ധർമ്മം, സനാതന ധർമ്മം. ഇതിനൊക്കെ പരിപാലിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വരും തലമുറ ഇത് വലിയൊരു ശൂന്യതയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം ഒരു ആൾ രാവിലെ വീട്ടിലൊരു രാമായണം വായിക്കുന്നുണ്ട്, ഭാരതം വായിക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ വലിയ ഉപദേശമൊന്നും കൊടുത്തില്ലെങ്കിലും കാലം കൊണ്ട് ഇത് തലമുറ പിടിച്ചെടുക്കും. എന്തെങ്കിലുമൊക്കെ അവരും തുടർന്നു പോകും. ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ അതപ്പതിച്ചാൽ ഇതൊക്കെ വലിയ നഷ്ടമായിട്ട് വരും. അപ്പോൾ നമ്മളൊരു ഉദ്ബോധനം കൂടിയാണല്ലോ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് മഹാഭാരതം ഒരിക്കലെങ്കിലും വായിക്കുക. എന്നിട്ടോ ഭഗവത്ഗീത പഠിക്കുക. അത് പഠിച്ചാൽ മതി. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ
അല്ലെങ്കിൽ മനസ്സിൻ്റെ ജന്മജന്മാന്തര ദുഃഖങ്ങളുടെ ഭക്തിയോഗം, കർമ്മയോഗം തുടങ്ങിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ പരാജയമൊന്നും പരിഭവമൊന്നും ഒന്നിനോടും ഉണ്ടാവില്ല. 18 അധ്യായമുള്ള ഭഗവത്ഗീത ആര് പറഞ്ഞതാണ്? ഉഴറിയരുളിന മൊഴികൾ ഉപനിഷത്താകയാൽ ഓതിനാർ ഗീത എന്നാദരാൽ ജ്ഞാനികൾ. യുദ്ധരംഗത്തിൽ വെച്ച് ഭഗവാൻ അർജുനന് തിടുക്കപ്പെട്ട് പറഞ്ഞു കൊടുക്കുക. അവിടെ യുദ്ധം നടക്കുക, അതിൻ്റെ ഇടയിൽ അർജുനൻ വിവശനായി അല്ലേ, സ്വന്തക്കാരെ കണ്ടപ്പോൾ. ആ വിവശത തീർക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു, അർജുന, നിൻ്റെ മുന്നിൽ കാണുന്ന ആരും നിൻ്റെ ആരുമല്ല. നമ്മളിതൊക്കെ മുടയെന്ന് വിചാരിച്ചിട്ടാണ് നമുക്കുള്ള വിഷമം അല്ലേ. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അങ്ങനെ എൻ്റെ എന്ന് തിന്നിട്ടിട്ടാണ് എൻ്റേതായ ഒന്നുമില്ല, ഞാൻ എല്ലാറ്റിൻ്റെയുമാണ്. അതൊക്കെ വലിയ വലിയ തത്വങ്ങളാണ് അല്ലേ. ഇതിൽ പറയുന്നു ഏതൊരു ഹരിനാമകീർത്തനത്തിന്, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്നവരോട് തോന്നേണമേ വരദനാരായണ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ തത്വത്തിൽ കേൾക്കണത്. ഞാൻ ഒന്നുമല്ല, ഞാൻ ഒന്നുമായി ബന്ധപ്പുലർത്തുന്നില്ല. ഇനി അങ്ങനെ ഞാനെന്ന് തോന്നണമെങ്കിൽ എന്ത് തോന്നണം? അഖിലം ഞാനാണ്, ആത്മവൈ സർവഭൂതാനാം. സർവഭൂതങ്ങളിലും ഉള്ളിൽ വർത്തിക്കുന്ന ആത്മാവുണ്ടല്ലോ, അതന്നെ എൻ്റെ ഉള്ളിൽ വർത്തിക്കുന്ന ആത്മാവ് എന്നുള്ള ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കെന്തില്ല? കലഹമില്ല അല്ലേ, സ്പർദ്ധയില്ല, സ്വാർത്ഥതയില്ല, സ്വന്തമാക്കണമെന്ന ചിന്തയില്ല. ഈ ചിന്തയെ കുറച്ച് കൊണ്ടുവന്നല്ലാതെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നേടാൻ പോകുന്നില്ല, ആത്മസാക്ഷാത്കാരം നേടാൻ പോകുന്നില്ല, ഭക്തി ഉണ്ടാകാൻ, അതായത് ഈശ്വര സാക്ഷാത്കാരം, മുക്തി കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഭാഗവതം വായിക്കുക, അങ്ങനെ എന്തെത്ര തത്വങ്ങൾ. തത്രതം ബുദ്ധി സംയോഗം ലഭതേ പർവ്വതൈഹികം യതതേറ്റ തതോ ഭൂയ സംസിദ്ധോ ഗുരുനന്ദന. അർജുനോട് ഭഗവാൻ പറയാണ്, അർജുന, ഇതൊക്കെ നമ്മുടെ നിയോഗമാണ്. ഈ ഓരോരുത്തരും ഇപ്പോൾ ഭീഷ്മാചാര്യത അവിവാഹിതനായി ദേവവ്രതനായി ഭീഷ്മപ്രതിജ്ഞ ചെയ്ത് ഈ യുദ്ധരംഗത്ത് ആയോധനത്തിന് മാത്രമായി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു വിധിബലമുണ്ട്. അതേപോലെ ആ ദ്രോണാചാര്യർ അല്ലേ, അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒരു മകന് വേണ്ടിയിട്ട് എല്ലാ നീതിശാസ്ത്രങ്ങളൊക്കെ അവസാനം വിട്ടുകളയേണ്ടി വരുന്നത്. ആ ശകുനി എന്ന് പറയുന്നതും ദുര്യോധനൻ എന്ന് പറയുന്നതും കലിദ്വാപരന്മാരുടെ പിന്നീടുള്ള ജന്മാന്നാണ് പറഞ്ഞത്. കലിദ്വാപരന്മാരാ നളനെ വിഷമിപ്പിച്ച കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ. അവരുടെ പുനർജന്മ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ നേരാവാൻ പോവുക? അവർ ഇങ്ങനത്തെ തന്നെ ചെയ്യല്ല ജന്മം അല്ലേ. അപ്പം അവർക്കൊക്കെ എന്താണ്? പൂർവ്വജന്മബന്ധമുണ്ട്. ഈ നമുക്കുമുണ്ട് അതൊക്കെ. നമുക്കിപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് നമ്മൾ തോന്നിപ്പിക്കണമെങ്കിൽ നമ്മളിൽ പൂർവ്വവാസന വേണം. വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലും പോവും അല്ലേ. നമ്മുടെ ആത്മാവ് അത്രയും ഇഷ്ടപ്പെടും. കാരണം അങ്ങനെയാണ് നമ്മൾ പോന്നിട്ടുണ്ടാവുക കഴിഞ്ഞ ജന്മത്ത്. അപ്പം അതാണ് ലഭതേ പൗർവദൈഹികം യതതേറ്റ തതോ ഭൂയ. അപ്പം എങ്ങനെയാണ് നമ്മളിപ്പോൾ പറയാറുണ്ട്, സാധാരണ ഒരു ജന്മം കൊണ്ട് നമ്മൾ നല്ല കർമ്മങ്ങളെ ചെയ്തിട്ടുണ്ടാവും, സൽക്കർമ്മം ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് യോഗഭ്രംശം കൊണ്ട് വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. ആ ഒരു ജന്മം കൊണ്ട് അത് തീർന്നോളുന്നില്ല. എന്നാലും അല്ലയോ അർജുന, നമ്മളിൽ പൂർവവാസനാരൂപത്തിൽ നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ പിന്തുടരും. ആ ഗജേന്ദ്രൻ്റെ കഥ നോക്കുക അല്ലേ. ഗജേന്ദ്രൻ ആരായിരുന്നു? ഒരു രാജാവായിരുന്നു, വലിയ വിഷ്ണു ഭക്തനായിരുന്നു. ആ ഭക്തിയാണ് അദ്ദേഹത്തെ രക്ഷിക്കുന്നത്. രാജാവിൻ്റെ പദവിയല്ല രക്ഷിച്ചാണോ? അദ്ദേഹം എപ്പോഴും അർച്ചനയും ആരാധനയായിട്ട് കഴിയാം, ഭഗവാനെ ധ്യാനിച്ച് കഴിയും. രാജ്യകാര്യത്തിലൊന്നും അല്ലെങ്കിൽ സുഖഭോഗത്വത്തിലൊന്നും അല്ല അദ്ദേഹത്തിന് താല്പര്യം. അങ്ങനെ സ്തബ്ധനായി അങ്ങനെ ഭജനയും പൂജനയും ഒക്കെ കഴിഞ്ഞിരിക്കുന്നവിടേക്കാണ് ആര് കയറി വരുന്നത്? അഗസ്ത്യ മഹർഷി അല്ലേ. അദ്ദേഹം മഹാതപസ്യാണ്. അപ്പം അദ്ദേഹം വന്നത് ഇദ്ദേഹം കണ്ടില്ല, സ്തംഭിച്ച് അങ്ങോട്ട് ഇരിക്കുക. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ആനയെ പോലെ സ്തംഭിച്ചിരിക്കുകയാണ് അവിടെ അല്ലേ. അദ്ദേഹത്തിനൊരു പണി കൊടുക്കാമെന്നാണ് നിശ്ചയിച്ചു. എന്താണത്? ആനയായി തീരട്ടെ. ആനയായി അല്ലേ. കുംഭീന്ദ്രൻ പോയി ത്രികുടാചല സരസി മുതാ പണ്ടഗസ്ത്യസ്യ ശാപാൽ പിൻകാലിന്മേൽ കടിച്ച മുതല കടിവിടാഞ്ഞായിരത്താണ്ടുഴന്നാൻ. അന്നേരം പോന്നു വന്നു മുരരിവു ഗരുഡാരൂഢനായി ധ്യാനശക്തിയ നക്രം ചക്രേണ കൊന്നു കരിവരനഥ സായുജ്യമേകി മുകുന്ദൻ. നോക്കുക, നമ്മൾ മനുഷ്യനായി ജനിച്ചിട്ട് നമുക്ക് മോക്ഷം കിട്ടുമെന്ന് വിചാരിക്കണ്ടപ്പോൾ ആയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മുടെ മനസ്സത്ര ഏകാഗ്രമായി പോയിട്ടില്ല.
എന്നവർ ആനയ്ക്ക് കഴിഞ്ഞു. കണ്ടോ, ഭഗവാൻ നേരിട്ട് വന്ന് ആ ആനയെ രക്ഷിച്ചു. അവിടെ ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ ഒരു മുതലയായിട്ട് കിടക്കുന്നുണ്ട്, ശാപമേറ്റിട്ട്. രണ്ടു പേർക്കും ഗുണമായി. അപ്പം ചിലപ്പോൾ നമ്മളിത് പുണ്യം ചെയ്താൽ ചിലപ്പോൾ എന്തുണ്ടാവും, നമ്മളെ ആശ്രയിച്ച് നടക്കുന്നവരും കൂടി നമ്മളിലൂടെ രക്ഷപ്പെട്ടു എന്ന് വരും അല്ലേ. എന്നാലും സൽക്കർമ്മം ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്, പിൻവാങ്ങരുത്. അപ്പം അങ്ങനെ ആ നക്രത്തെ ചക്രം കൊണ്ട് കൊന്ന് കരിവരന് മോക്ഷം കൊടുത്തു. എങ്ങനെ സാധിച്ചു? ഇതാണ് ഇവിടെ ഭഗവത്ഗീതയിൽ പറഞ്ഞ കാര്യം. തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൗർവദൈഹികം. പൂർവ്വജന്മത്തിൽ നേടിയ സുഹൃതം കൊണ്ടാണ് ആ ഗജേന്ദ്രന് ആ മോക്ഷം കിട്ടാൻ കാരണം. അപ്പോൾ മനുഷ്യനെ മോക്ഷം കിട്ടുന്നൊന്നുമില്ല. എത്രയോ മമ്മിയൊരു കോഴി ഉണ്ടായിരുന്നു. ആ കോഴി ഒരശുദ്ധിയും ചെയ്യില്ല. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഫോട്ടോ കാണാം, അവിടെ വെച്ചിട്ടുണ്ട് എപ്പോഴും. രാവിലെ അത് എവിടെ വരെ പോയി ഒളിക്കുന്നു അറിയില്ല. അത് കഴിഞ്ഞാൽ ആ പൂജാ സമയത്തൊക്കെ യാതൊരു ശല്യവും ഇല്ലാതെ മതിലിൻ്റെ മുകളിലിരിക്കും. അതവിടെ കാഷ്ടിക്കുക ഒന്നും ചെയ്യില്ല. അതിൻ്റെ ഒരു ഐതിഹ്യം എഴുതി വെച്ചിട്ടുണ്ട്, പോയി വായിച്ചു നോക്കാം. അപ്പോൾ അത് ആ ഒരു കോഴിക്ക് മോക്ഷം കിട്ടി, ഒരാനയ്ക്ക് മോക്ഷം കിട്ടി, ഒരു മുതലയ്ക്ക് മോക്ഷം കിട്ടി. അല്ലേ, ആ ഗുഹൻ്റെ കഥ നമ്മൾ പഠിച്ചു ഇല്ലേ. ഗുഹൻ്റെ ഉപദേശമൊക്കെ വളരെ പ്രസിദ്ധമാണ്. ലക്ഷ്മണനെ ഉപദേശിച്ചിട്ട് ഒരു വിധത്തിലാക്കിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് കൊണ്ടുപോയി. ആ ലക്ഷ്മണൻ ഗുഹനെ ഉപദേശിക്കുന്നുണ്ട് ഇല്ലേ. ഭോഗത്തിനായി കൊണ്ട് കാക്ഷിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർദ്ധിക്കുകയും വേണ്ട, സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഓടി നടക്കണ്ട. ഇനി ദൈവഗത്യ വന്നു ചേരുന്ന സുഖഭോഗങ്ങൾ ഉപേക്ഷിക്കണമെന്നും പറഞ്ഞിട്ടില്ല. അതിൽ ഭഗവാന്റെ മനസ്സുണ്ട്, അനുഗ്രഹമുണ്ട്, അത് സ്വീകരിക്കാം. പക്ഷെ അതിനു വേണ്ടി ഓടി നടന്ന് ഇതാ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മളിൽ അങ്ങനെ സഞ്ചിതമായി കിടക്കുന്നു. അപ്പം അതുകൊണ്ട് അതാണ് ഭാഗ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ ഭാഗ്യം എന്താ? സുഹൃതത്തിൻ്റെ സഞ്ചിത രൂപം തന്നെയാണ് അല്ലേ. ചിത്രഗുപ്തൻ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് അല്ലേ. നമ്മൾ മരിച്ചു പോയാൽ ചിത്രഗുപ്തനെല്ലാം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അവിടെ ചെന്ന് നോക്കി ആ ഓന്തായി തീർന്നിട്ടുള്ള രാജാവിൻ്റെ കഥ അല്ലേ. അപ്പോൾ അവിടെ ചെന്ന് നോക്കും, വെറും ഒരു പശുവിനെ ദാനം ചെയ്തിട്ടും കിട്ടിയ ദോഷമാണ് അല്ലേ. ആ ദാനം ചെയ്ത പശുവിനെ അറിയാതെ കണ്ട് വീണ്ടും തൊഴുത്ത് കൊടുന്ന് വെക്കിയ പിറ്റേ ദിവസം ദാനം ചെയ്തു എന്ന് ഒറ്റ ദോഷം എന്തായിട്ടുള്ളൂ. അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. അതിന് പാപമുണ്ട്. അദ്ദേഹത്തിന് കുറച്ചു കാലം ഓന്തായി കിടക്കേണ്ടി വന്നു ഇല്ലേ, കൊട്ടകത്തിലെ കിണറിലെ. അപ്പോൾ നോക്കുക, ചെയ്യുന്ന കർമ്മത്തിന് ഫലമുണ്ട്. ആരും കാണില്ല എന്ന് വിചാരിക്കേണ്ട, കാണുന്നുണ്ട്. എവിടെയാണ്? മുകളിലൊരാൾ നമ്മൾ പറയും, മുകളിൽ സർവ്വവ്യാപിയായ ഭഗവാനുണ്ട്. അതിലുപരിയായ അദ്ദേഹത്തിൻ്റെ ഒരു അംശം എവിടെ വെച്ചിട്ടുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ചിത്രങ്ങളൊക്കെ എഴുതി വയ്ക്കുക നമ്മൾ ചെയ്യുന്നത്. അതാണ് ഗുപ്തമായ ചിത്രം, ഒളിച്ചെഴുതി വച്ചിരിക്കുന്ന ചിത്രം. ആരും കണ്ടില്ല എന്ന് നമ്മൾ സമാധാനിക്കും, പക്ഷെ ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം തന്നെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതാ പറഞ്ഞ ഭഗവത്ഗീത പഠിച്ചാൽ എല്ലാം ആയി. അപ്പോൾ ഭഗവത്ഗീത പഠിക്കുക, ഭാഗവതം കേൾക്കുക. ഈ 5 കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്കൊക്കെ ആത്മസാക്ഷാത്കാരത്തിനുള്ള ചവിട്ടുപടികൾ ഒന്നൊന്നായി കയറുന്നു എന്ന് സമാധാനിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്നപ്പോൾ പറഞ്ഞത്? ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ സമ്പാദിക്കുക. ഭക്തിയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. എങ്ങനെ ഈ ഭക്തി ഉണ്ടാവുക? എന്താ ഈ ഭക്തി? നമ്മൾ കുളിക്കുന്നു, കുളിച്ചു കഴിഞ്ഞ് ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേ സ്വസ്ഥോ രക്ഷാർത്ഥമായുഷാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, സൂര്യരശ്മി വരുന്നതിന് മുമ്പേ എഴുന്നേൽക്കണം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, പുലരാൻ 7:30 നാഴികയുള്ളപ്പോൾ എഴുന്നേൽക്കണം. എത്രത്തോളം നിങ്ങൾ എഴുന്നേറ്റു ആ ക്ഷേത്ര ദർശനങ്ങൾ നമ്മളിൽ വരുന്ന ആത്മീയ ബലം, പോസിറ്റീവ് എനർജി അളവറ്റതാണ്. ആ രാവിലെ നേരം ആ ഗുരുവായൂരൊക്കെ പോയി ഒരു 6 മണിക്കുള്ളിൽ തൊഴുതാലുണ്ട് നമുക്കൊരു ചൈതന്യം നമ്മളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊന്നും ദർശിക്കാൻ കഴിയാത്തവർക്ക് അവർക്ക് പലതും പറയാം അല്ലേ. അപ്പോൾ നമുക്ക് അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേ അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തതുകൊണ്ട് മാത്രമായില്ല, ചന്ദനങ്ങൾ തൊടുന്നുണ്ട്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്, നാമം ചൊല്ലുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഉണ്ട് ഫലം, ഇല്ലാന്നില്ല. അതിലുപരിയൊക്കെ ഉണ്ട്. ഭഗവാനെ എനിക്ക് പിരിയാൻ വയ്യ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെത്തും. ഭക്തി, എൻ്റെ ഉള്ളിൽ നിന്നും ഭഗവാൻ മാറി നിൽക്കാൻ പാടില്ല. ഭഗവാനെ പിരിച്ച് ഈശ്വരനിൽ പ്രേമം വളർത്തുക എന്നാ പറയാം. അങ്ങനെ ഈശ്വരനെ പ്രേമം വളർത്തി, അതാണ് ഏത് മഹാരഥന്മാരുടെ അല്ലെങ്കിൽ പുരാണ കഥാപാത്രങ്ങളുടെ കാര്യം നോക്കിക്കോളൂ. ഭഗവത് ദർശനം കിട്ടിയവർ പോലും വരൻ പ്രഹ്ലാദനോട് എന്താ വരം വേണ്ടെന്ന് ചോദിച്ചു ഭഗവാൻ അല്ല. എന്താ ചോദിച്ചേ? ഭക്തി തന്ന് അനുഗ്രഹിക്കുക. ധ്രുവൻ എന്താ പറഞ്ഞത്? ഭക്തി തന്ന്. ആ പ്രചേതസ്സുകൾ ഗുരുവായൂർ വന്ന് തപസ്സിന് വന്നു അല്ലേ. ആ പ്രചേതസ്സുകൾ ഭഗവാനെ നേരിട്ട് കണ്ടു. 2 പേരെയും കണ്ടു. ആരെ കണ്ട്? മഹാദേവനും, മമ്മിയൂരുള്ള മഹാദേവനെയും കണ്ടു, ഗുരുവായൂരുള്ള ഗുരുവായൂരപ്പനെയും കണ്ടു.
അവരോട് ചോദിച്ചു അവർ തപസ് ചെയ്തിരുന്ന സ്ഥലം, മഹാദേവൻ തപസ് ചെയ്തിരുന്ന സ്ഥലമാണ് തീർത്ഥക്കുളം അല്ലേ. അദ്ദേഹം മാറിക്കൊടുത്തതാണ് മമ്മിയൂർക്ക്. അപ്പം അവിടുന്ന് ചോദിച്ചത് എന്താ, അങ്ങേക്ക് എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കിനി എന്താ വരം, എല്ലാവരും എന്തിനാ ശ്രമിക്കുന്നത്, ആ ഭഗവത്പാദത്തെ സ്വരൂപത്തെ കാണാനാ. ആ അന്തേ നാരായണ സ്മൃതി അല്ലെ, അവസാനത്തിൽ എന്ത് വേണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ കാണാൻ കഴിയണം. കാണാൻ കഴിഞ്ഞവർക്ക് പിന്നെ മോക്ഷം ലഭിക്കുമെന്നാണ്, പിന്നെ ജന്മദുഃഖമില്ല. ആ ഗുഹനോട് പറയുന്നുണ്ട് ഇല്ലേ, ഗുഹനെ പൂർവ്വജന്മമുണ്ട്. ആരായിരുന്നു ഗുഹൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഗുഹൻ ഒരു വേടനാണ്. ആ വേടൻ തന്നെയായിരുന്നു കഴിഞ്ഞ ജന്മത്തിലും. ആ വേടൻ, അതാണ് നമ്മളുടെ കർമ്മത്തിനനുസരിച്ചേ ജന്മം കിട്ടുന്നതേ. അപ്പോൾ വേടൻ ഈ ഗുഹൻ കഴിഞ്ഞ ജന്മത്ത് വേടനാണ്. കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ഒരു ദിവസം ഭാര്യ പറയുകയാണ്, ഇന്ന് കുട്ടികൾക്കൊന്നും കൊടുക്കാൻ ഭക്ഷണമൊന്നുമില്ല, നമുക്ക് സമയം ഉണ്ടായിട്ടാണ് പറഞ്ഞു വെക്കണം, അവസാനം വേണ്ടി വന്നാൽ കുറച്ചല്ലേ കാര്യമുള്ളൂ, ചിന്തയല്ലേ ഉള്ളൂ, സമുദ്ര ചിന്തയേ ഉള്ളൂ, അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേടൻ പറയുകയാണ് എന്ത്, വേടനോട് ഭാര്യ പറഞ്ഞു കുട്ടികൾക്കൊന്നും കൊടുക്കാൻ ഭക്ഷണമില്ല, അപ്പോൾ അതുകൊണ്ട് വേണ്ട ഭക്ഷണം എന്താ വേണം. അപ്പോൾ വേടൻ അമ്പും വില്ലൊക്കെ എടുത്ത് പോയി. അങ്ങനെ എവിടെ നടക്കാവുന്നിടത്തൊക്കെ നടന്നു നോക്കി, കാട്ടിൽ പോയി നോക്കി, ഒരു പക്ഷിയെ പോലും വന്ന് കിട്ടിയില്ല അദ്ദേഹത്തിന്, പകലന്തിയോളം നടന്നിട്ടും. ഇനി എന്താ ഇപ്പോൾ ഭാര്യ മക്കളുടെ അടുത്ത് എന്ന് പറയാമെന്ന് കുറിച്ച് അദ്ദേഹം ആലോചിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സൊന്ന് തോന്നി, എന്നാൽ ഇനി രാത്രി ഒന്ന് ഈ മരത്തിൻ്റെ സമീപത്തൊരു മരമുണ്ട്, ഒരു പുഴ അധികം ഒഴുകുന്നുണ്ട്, ഒരു പക്ഷേ അതങ്ങനെയാണല്ലോ, നമുക്കൊരു അവസരത്തിൽ ആമെന്നും അരുതെന്നും ഉള്ളിലിരുന്ന് ആരുപദേശിക്കുന്നുണ്ട്. നമ്മൾ കാതോർക്കാനായിട്ട് ഉള്ളൂർ പറഞ്ഞിട്ടുണ്ട് മഹാകവി. ആമെന്നരുതെന്നുള്ളിലിരുന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് ആരാ? ഈശ്വരനാ. ഒരു വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ഭഗവാൻ പറയും എന്ത്, ആ വഴി പോണ്ട, തദ്യാണ്ട് പോയി നോക്കാമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ വഴി പോയാൽ നമുക്ക് എത്തുന്നത് നമ്മുടെ ലക്ഷ്യത്തിലായിരിക്കും. അത് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളെങ്ങനെയായിരിക്കണം? സംശുദ്ധമായിരിക്കണം. അപ്പോൾ ഈ വേടൻ എന്ത് വിചാരിച്ചു, ആ മാർഗം വേടന് ഉപദേശിച്ചതാരാ? ഭഗവാൻ തന്നെയാ, ഉള്ളിലിരിക്കുന്ന ആ ശക്തിയാണ്. രാത്രി നീ ഈ പുഴയുടെ വക്കത്തിരുന്ന് കുറച്ചു നേരം കാത്തിരുന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. വല്ല മാനുകളെങ്ങാനും വെള്ളം കുടിക്കാനെങ്ങാനും വെളിച്ചത്ത് വരില്ലല്ലോ, അവർ പേടിച്ചിട്ട് വരുമെന്ന് വിചാരിച്ചിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ വരുന്നൊരു മാൻ, തള്ളമാനാ വരുന്നത്. മാൻ വന്ന് വെള്ളം കുടിക്കാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം അമ്പും വില്ലെടുത്തു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു, മറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. ആ അടുത്തുള്ളൊരു മരത്തിൻ്റെ മുകളിലാണ് കയറിയിരിക്കുന്നത്. അതൊരു കൂവള വൃക്ഷമാണ്. ആ കൂവള വൃക്ഷത്തിൻ്റെ മുകളിൽ ഈ കുറച്ച് തുള്ളി വെള്ളം എടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം മാനിനെ കണ്ടതും അമ്പ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മരം ഒന്നാട് കുലുങ്ങി. ആ കൂവള വൃക്ഷത്തിൽ നിന്നും കുറച്ച് കൂവളയില ഇതാ ആ അതിൻ്റെ ചുവട്ടിലൊരു ശിവലിംഗമുണ്ട്, ആ ശിവലിംഗത്തിലേക്ക് അങ്ങോട്ട് പതിച്ചു. ഇദ്ദേഹമാണെങ്കിലോ പകലന്തിയോളം ഭക്ഷണം കഴിച്ചിട്ടില്ല, രാത്രി ഉറങ്ങുന്നില്ല. മാത്രമല്ല കൂവളത്തിൻ്റെ ഇല വർഷിച്ചു. അഭിഷേകം അല്ലേ, ശംഭു എങ്ങനെയുള്ള ആളാ? അലങ്കാരപ്രിയോർ വിഷ്ണു അഭിഷേകപ്രിയോർ ശംഭു എന്നാണ്. മഹാവിഷ്ണുവിന് കുറേ അലങ്കാരങ്ങളിലാണ് സന്തോഷം. അദ്ദേഹത്തെ അങ്ങനെ കാണാനാണ് സാധാരണ പറയുക. അദ്ദേഹം അങ്ങനെ അലങ്കരിച്ചിട്ടേ ഇരിക്കുള്ളൂ. അദ്ദേഹം നമ്മളെ അലങ്കൃതമായ രൂപത്തിൽ കാണാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. പട്ടൊക്കെ എടുത്തിട്ട് ചെല്ലുന്നത് അത്ര ഭഗവാന് ഇഷ്ടം എന്നാണ് പറയാം. അപ്പം അതെന്താണ്? ശംഭുവോ അഭിഷേകപ്രിയോ, കുറച്ച് വെള്ളം അങ്ങനെ ധാരധാരയായിട്ട് ഒഴിച്ചാൽ മതി അല്ലേ, മഹാദേവൻ അങ്ങനെയും തൃപ്തിപ്പെടും. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഇലകൾ വീണു, വെള്ളം വീണു, ആ ശിവലിംഗത്തിൽ ഉറക്കമൊഴിച്ചിട്ടില്ല, അതേപോലെ തന്നെ പകൽ ഉപവസിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരു ശിവരാത്രി നോൽക്കലിൻ്റെ ആവശ്യമായ എല്ലായി അല്ലേ. അമ്പ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മാന് പറഞ്ഞു, അയ്യോ എന്നെ കൊല്ലരുത്, എനിക്ക് കുടുംബമുണ്ട്, അവർക്ക് ഞാൻ മാത്രമാണ് ആശ്രയം. അപ്പോൾ അത് എനിക്ക് ഭക്ഷണത്തിന്, എൻ്റെ കുടുംബത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയരുത്, എന്നാൽ ഞാൻ വീട്ടിൽ പോയി എൻ്റെ കുടുംബത്തെ ഉത്തരവാദപ്പെട്ടവരിൽ ഏൽപ്പിച്ച് തിരിച്ചു വരാമെന്ന് പറയാം. അപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വേടൻ പറഞ്ഞു, നീ നുണ പറയാണ്, എന്നെ വഞ്ചിക്കാൻ വേണ്ടി പറയാണ്. എന്താ മാനു പറഞ്ഞ്, ഞാൻ പറയുന്നത് സത്യമാണ്, സത്യം ലംഘിക്കുന്നത് ഞങ്ങളുടെ ധർമ്മമല്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. സത്യമെന്നതോ ബ്രഹ്മം അതോ തന്നെ, ഈശ്വരൻ തന്നെയാണ് ഈ സത്യം. സത്യം പറയുന്നത് ഈശ്വര വാക്കാണ്, അതേ പറയാവൂ. സത്യം വദ ധർമ്മം ചര, സത്യം പറയാവൂ. ആരെന്ത് പറഞ്ഞു നമ്മൾ നോക്കണ്ട, നമ്മളതേ ചെയ്യാവൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അപ്പോൾ ആ വേടൻ എന്തായാലും ഇത്രയൊരു
ത്തിന് പോലും സത്യധർമാദികൾ ഇത്രയും കൃത്യമായി പാലിക്കുന്നു എന്നല്ലേ പറയുന്നത് എന്ന് വിചാരിച്ച് വിട്ടുകൊടുത്തു. നീ ചതിക്കത് പോയി. അവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ കലമാൻ വരുന്നു. ഇതേപോലെ കലമാനെ അമ്പെയ്യാൻ നോക്കിയപ്പോഴും പറഞ്ഞു ഞാനത് കുട്ടികളെ ചുമതലപ്പെട്ടവരെ ഏൽപ്പിക്കാം എന്ന് പറയുന്നു. അടുത്ത മാൻ വന്നു, സഹോദരിയാണ്. കുട്ടികളൊക്കെ പാടെ വന്ന് അവസാനം അവരൊക്കെ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടിയും വരാം. വേടന് സന്തോഷമായി. കാരണം ഒരു വെടിക്ക് 2 പക്ഷിയല്ല അല്ലേ, എത്ര പക്ഷി കിട്ടാൻ പോകണം, അത്രയും കിട്ടാനല്ലേ പോകണം. സന്തോഷമായി. അപ്പോൾ എന്താ ഭക്ഷിച്ചവളം പറയുന്നു. അപ്പോഴേക്കും വേടൻ്റെ മാനസാന്തരം വരിക. അങ്ങനെയുള്ള വ്രതമെടുത്തതിൻ്റെ ഫലം വെറുതെ പോവില്ല അല്ലേ. ക്ഷേത്രങ്ങളെ, ക്ഷേത്രാചാരങ്ങളെ, വ്രതങ്ങളെ, വ്രതാനുഷ്ഠാനങ്ങളെ, സത്സംഗങ്ങളെ, ഇതൊക്കെയാണ് നമുക്ക് എന്തിനുപകാരം? നമ്മളിൽ ഭക്തി ഉണ്ടാക്കാൻ. അപ്പോൾ ആ വ്രതമെടുത്തതിൻ്റെ പുണ്യം അദ്ദേഹത്തെ പ്രവർത്തിച്ചു തുടങ്ങി. അദ്ദേഹം ചിന്തിക്കുകയാണ് ഈ മിണ്ടാപ്രാണികളെ കൊന്നിട്ട് താൻ ഇത്രയും പാപം ചെയ്യുന്നത് എന്തിനാണെന്ന്. അപ്പോഴേക്കും അതാ പാർവതീദേവിയോടുകൂടി മഹാദേവൻ അവിടെ എഴുന്നള്ളുന്നു. എന്താ കാരണം? ഉപവാസവുമായി ശിവരാത്രി വ്രതമായി അപ്പോഴേക്കും ഓരോരുത്തർ വന്നപ്പോഴേക്കും 4ാമത്തെ യാമം കഴിഞ്ഞു. ആ 4 യാമങ്ങളും കഴിഞ്ഞു. ശിവരാത്രിയുടെ ഫലമായി അദ്ദേഹം പറഞ്ഞു, മഹാദേവൻ പറഞ്ഞു എന്നെ അങ്ങയുടെ പാദങ്ങളിൽ ചേർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വേടം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ആയില്ല. മഹാദേവനെ നേരിട്ട് കണ്ടാലോടാ പറഞ്ഞത്. അങ്ങനെ ആയിട്ടില്ല, ഒരു ജന്മം കൂടി അങ്ങേക്ക് ഉണ്ട്, അതിനുശേഷം ചേരാമെന്ന്. അങ്ങനെ രാമപാദത്തിൽ അതാ വരുന്നുണ്ടല്ലോ രാമനെ, ശ്രീരാമചന്ദ്രസ്വാമിയെ സീതയൊക്കെ കടവ് കടത്തുന്നത് ആരാ? ഗുഹനാണ്. അപ്പോൾ ആ നോക്കിയൊക്കെ അപ്പോൾ ഈ 5 കർത്തവ്യങ്ങൾ നമുക്ക് അപ്പോൾ ഭക്തി ഉണ്ടാവുക. ഭക്തി, ഈശ്വരനിൽ പ്രേമം വളർത്തുക. എങ്ങനെയുള്ള ഭക്തി? ഗോപാലേട്ടൻ്റെ കഥ ഉണ്ട് ഇല്ലേ, ഒരു ഭക്തിയുടെ അമ്മയും മകൻ്റെ ഒരു ഭക്തിയുടെ കഥ പറയും, വിവേകാനന്ദ സ്വാമികൾ പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒരമ്മ ഉണ്ട്. അമ്മയ്ക്ക് അച്ഛനും അമ്മയും ബ്രാഹ്മണ കുടുംബമാണ്, ഒരു മകനും ദാരിദ്ര്യമാണ്. പക്ഷേ ആ ബ്രാഹ്മണ ശ്രേഷ്ഠനറിയാം ഒരു ബ്രാഹ്മണൻ്റെ ധർമ്മം എന്താണെന്ന്. അനാവശ്യമായി സമ്പാദിച്ചു വയ്ക്കുക, അധർമ്മ പ്രവൃത്തിയിലൂടെ ധനം ശേഖരിക്കുക, അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അന്നന്നത്തെ വൃത്തിയൊക്കെ കഴിയും, അത് അദ്ദേഹത്തിന് സന്തോഷമാണ്. അങ്ങനെ കഴിഞ്ഞു പോയി. കുട്ടിക്ക് 5 വയസ്സായി. ബ്രാഹ്മണ ശ്രേഷ്ഠൻ മരിച്ചു. അമ്മയും കുട്ടിയും ഏകമായി. വീട്ടിൽ വരുമാനമൊന്നുമില്ല. അമ്മ അത്യാവശ്യം പാടത്തൊക്കെ പോയി കതിരൊക്കെ പെറുക്കും, അതിൻ്റെ ഇതൊക്കെ കൊണ്ടുവന്ന് പൊടിയാക്കി ഭക്ഷണം ഉണ്ടാക്കും. കുട്ടിയെ ഗുരുകുലത്തിൽ വിട്ടു കൊടുക്കേണ്ട കാലമായി. അങ്ങനെ കുട്ടിയെ ഗുരുകുലത്തിൽ ചേർത്ത് 5 വയസ്സായില്ലേ. ചേർത്തത് എന്താ? ഗുരുകുലത്തിൽ പോകണമെങ്കിൽ അന്ന് അങ്ങനെയുള്ള ഗുരുകുല വിദ്യാഭ്യാസം. കുട്ടി അവിടെ ചേർത്ത് പഠിക്കുകയാണ്. കാടിൻ്റെ ഉള്ളിലൂടെ വേണം പോവാൻ. അപ്പോൾ കൊടും കാടാണ്. കുട്ടി അമ്മ കൊണ്ടാക്കി. അപ്പോൾ അമ്മ കുട്ടിയോട് പറഞ്ഞു, മോനെ നിന്നെ കാത്തിട്ട് എനിക്കിവിടെ ഇരിക്കാൻ നിവൃത്തിയില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കി എനിക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഒരുക്കണമെങ്കിൽ അമ്മയ്ക്ക് പണിയെടുത്തേ പറ്റൂ. കുട്ടിയെ ആക്കി. അമ്മ ആ സദാചാര കൃത്യങ്ങളെല്ലാം കൃത്യം ചെയ്യുന്ന ആളാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കും, ഭഗവത് ഭജനകളൊക്കെ കഴിയും, പൂജനം, ആരാധനം, അഥവാ ശുദ്ധി. ധർമ്മത്തിൻ്റെ പദങ്ങളിൽ ഒന്നാണ് എന്ത്? ശുദ്ധി. അടിതളി വൃത്തികളൊക്കെ നമ്മൾ ചെയ്യണം വീട്ടിൽ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അമ്മയാണ്. ബാക്കി കിട്ടുന്ന നേരം ഭഗവാനെ അങ്ങ് ഭജിക്കുക. ആ അമ്മയ്ക്ക് ആകെ ഒരൊറ്റ ചിന്തയുള്ളൂ, തൻ്റെ ഭർത്താവ് പോയിടത്തേക്ക് തനിക്കിനി എത്രയും വേഗത്തുക, കുട്ടിയെ വലുതാക്കി ഇതാക്കുക, തനിക്കിനി ഭർത്താവിൻ്റെ കൂടെ പോകുക. അതാണ് പാതിവ്രത്യം അല്ലേ. ആ പാതിവ്രത്യം അനുഷ്ഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുട്ടി പോയി. അപ്പോൾ കുട്ടി ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അങ്ങനെ ഒരു പേടി, കാടിൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ അത് അമ്മോട് വന്ന് വിവരം പറഞ്ഞു. അപ്പോൾ അമ്മ എന്താ ചെയ്യുക? അങ്ങനെ പേടിക്ക് വരുന്നു കാട്ടിൻ്റെ ഉള്ളിൽ. എന്നാൽ ഉണ്ണി പേടിക്കേണ്ട, ഉണ്ണിക്കൊരു ഗോപാലേട്ടൻ ഉണ്ട് കാട്ടിൽ എന്നാണ്. ഗോപാലേട്ടനെ വിളിച്ചോളും. ഉണ്ണിക്കൊരു ഏട്ടുണ്ട്, അതിൻ്റെ പേരാണെന്ത്? ഗോപാലൻ. അപ്പോൾ ഉണ്ണി എന്ത് പറഞ്ഞു വെച്ചാൽ അമ്മ പറഞ്ഞ വേദവാക്യം കൃത്യമായി പാലിച്ചു. രാവിലെ പോകുമ്പോൾ പരപര ശബ്ദം കേൾക്കും, ഗോപാലേട്ടാന്ന് വിളിക്കും. ഗോപാലേട്ടനെ കാണുന്നില്ല. ഗോപാലേട്ടൻ എവിടുന്നോ, എന്താ ഉണ്ണി? ഉണ്ണി പേടിക്കേണ്ട, പൊക്കോളൂ പറയും. ഉണ്ണി സമാധാനമായി ഒക്കെ പോയി അങ്ങോട്ട് പോകും, പഠിക്കും. വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും അങ്ങനെ വിളിക്കും. ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഉണ്ണിയോടയ്ക്ക് ഒരു മോഹം, ഗോപാലേട്ടനെ കാണണം. അങ്ങനെയാണല്ലോ, ഏട്ടൻ്റെ കൂടെ ഒന്ന് കളിക്കണം എന്നാണ്. അപ്പോൾ അതാ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കുട്ടികൾ വരുന്നു. ആ ഉണ്ണികളുടെ കൂടെ ഈ ഉണ്ണിയും കൂടി കളിക്കുന്നു. ഗുരുനാഥൻ്റെ അടുത്ത് പോകും. ചുരുക്കി പറയാം, അങ്ങനെ ഇരിക്കെ ഗുരുനാഥൻ്റെ വീട്ടിൽ അമ്മയുടെ ശ്രാദ്ധം വരുന്നു. അപ്പോൾ അവിടെയൊക്കെ അന്നൊക്കെ എന്താ വെച്ചാൽ സമ്പാദ്യത്തിൽ ആരും മനസ്സ് വയ്ക്കുന്നവരല്ല. ഇങ്ങനെ വാരിക്കൂട്ടി അതാണ് പഴയ കാലം. നമുക്ക് ചരിത്രം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത എന്നൊക്കെ മനുസ്മൃതി വായിച്ചറിയാം. അവിടെ സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന ആദരവും സ്ത്രീകൾ കുടുംബത്തിരിക്കാൻ ഇടയായ കാര്യമൊക്കെ പറയുന്നുണ്ട്. കാരണം
സ്ത്രീകൾ അധ്വാനിച്ചു കൊണ്ടേണ്ട ആവശ്യമില്ല. അന്നന്നത്തെ വൃത്തി കഴിയാൻ പുരുഷന്മാരെ കൊണ്ട് തന്നെ അധ്വാനിച്ചാൽ മതി. അങ്ങനെയാണ് ആ വ്യവസ്ഥിതി വന്നത്. പക്ഷെ അതൊരു അടിമത്തമായി വീടാങ്കൂട്ടിൽ കൊടുങ്ങും തത്തമ്മകളായി മാറിയാര് സ്ത്രീകൾ പിന്നീട്, അല്ലേ? പിന്നീടാണ് ഈ വക സംഭവ വികാസങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം ഗുരുനാഥൻ്റെ, നിങ്ങൾക്കൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ട് എന്ന് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ധനികരുടെ വീട്ടിലുള്ള കുട്ടികളാണ് അധികം. അവരൊക്കെ വലിയ വലിയ സാധനങ്ങൾ കൊണ്ടു കൊടുത്തു, വിഭവങ്ങൾ കൊണ്ടു കൊടുത്തു. കുട്ടിക്ക് എപ്പോഴും ഒന്നും കൊണ്ടു കൊടുക്കാനില്ല. അമ്മോട് പറഞ്ഞു. അപ്പോൾ ഉണ്ണി അമ്മോട് വന്ന് പറഞ്ഞു, ഉണ്ണി ഗോപാലേട്ടനോട് പറയാൻ പറഞ്ഞു. ഗോപാലേട്ടനോട് പറഞ്ഞപ്പോൾ ഉണ്ണിക്ക് ഗോപാലേട്ടൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് നെയ്യ് കൊടുത്തു. ഇത് ഗുരുനാഥന് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഗുരുനാഥന് കൊണ്ടുകൊടുത്തു. എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. നമുക്ക് ഓടിക്കാതെ നിർത്തില്ല, വേഗം എനിക്ക് മുന്നോട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ കൊടുത്തു. ആ വാങ്ങിയ നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ എന്താണ്, ഒഴിച്ച പാത്രം നിറഞ്ഞു. കൊണ്ടുപോയ നെയ്യ് അത്രയും അതിൽ കാണുന്നു. ഒഴിക്കുന്ന പാത്രങ്ങളൊക്കെ നിറയുന്നു. അപ്പം ഗുരുനാഥൻ ഉണർന്നു. ഗുരുനാഥൻ ചോദിക്കുകയാണ്, ഉണ്ണിക്ക് ആരാണ് ഈ നെയ്യ് തന്നത്? ഗോപാലേട്ടൻ. അപ്പോൾ ഉണ്ണിയുടെ ഗോപാലേട്ടൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഗോപാലേട്ടൻ കാട്ടിലാണ് എന്ന് പറഞ്ഞു. ഏതാണ്ട് ഗുരുനാഥൻ മനസ്സിലായി എന്താ കാര്യം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ആരാ ഗുരു? ഗുശബ്ദം അന്ധകാരം താൻ. രു തൻ നിരോധകം എന്നാണ്. ഗു ഇരുട്ടാണ്, രു ഇരുട്ടിനെ ഇല്ലാതാക്കലാണ്. അന്ധകാരത്തെ, മനസ്സിലെ അന്ധകാരമാകുന്ന തിമിരത്തെ ഇല്ലാതാക്കി തരുന്ന ആളാണ് ആര്? ഗുരു. അദ്ദേഹം സർവജ്ഞാനി. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. എന്താ ചോദിച്ചേ? ഉണ്ണിയുടെ കൂടെ ഞാനും വരട്ടെ, ഗോപാലേട്ടനെ ഒന്ന് കാണാൻ എന്നാ പറഞ്ഞു. ഉണ്ണി നിഷ്കളങ്കനായി പറഞ്ഞു, എന്ത്? അതിനെന്താ, ഗുരുനാഥൻ പോന്നോളൂ, ഞാൻ കാണിച്ചു തരാമെന്നാണ്. ഉണ്ണി കാട്ടിലെത്തി. ഗുരുനാഥന് വേണ്ടി ഉണ്ണി വിളിക്കുകയാണ്, ഗോപാലേട്ടാ എൻ്റെ ഗുരുനാഥൻ വന്നിട്ടുണ്ട്, ഗോപാലേട്ടനെ കാണാനെന്നാ. കുറച്ചു നേരത്തിനൊന്നും മറുപടി കേട്ടില്ല. ഗോപാലേട്ടാ എൻ്റെ മുന്നിൽ വരൂ, ഞാൻ ഗുരുനാഥനെ കൊണ്ടുവന്നിരിക്കുന്നത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി പറഞ്ഞു, എന്ത്? ഉണ്ണിക്കും ഉണ്ണിയുടെ അമ്മയ്ക്കും എന്നെ കാണുന്നത് പോലെ ഗുരുനാഥൻ എന്നെ കാണാറായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഭക്തിയുടെ പ്രത്യേകത എന്താണ്? നിഷ്കളങ്കവും നിഷ്കാമവുമായ ഭക്തി കൊണ്ടേ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. ആ ഭക്തിയെ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളൂ, അല്ല, ഭക്തി ഉണ്ടായാൽ ജ്ഞാനമുണ്ടാകും. ഏത് ജ്ഞാനം? ആധ്യാത്മിക ജ്ഞാനം. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ജ്ഞാനമുണ്ട്. IAS IPS ഒക്കെയാണ് പലരും, നമ്മളൊക്കെ പല വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ്. പക്ഷേ ആ ജ്ഞാനം കൊണ്ട് ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും അതിർത്തിയിൽ ത്യജിക്കണം. ഇവിടെ നിന്ന് കിട്ടിയതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് പോയേ പറ്റൂ. ഇതിന് ബാലൻസ് ഇല്ല. നമ്മുടെ സൽക്കർമ്മത്തിന് മാത്രമേ ഫലമുള്ളൂ. അപ്പോൾ ആ ജ്ഞാനമുണ്ടായാൽ വൈരാഗ്യമുണ്ടാകും, വിരക്തി ഉണ്ടാകും, സർവസംഘ പരിത്യാഗം മനസ്സിന് വന്നിട്ട് വേണം നമുക്ക് മോക്ഷപ്രാപ്തിയിലെത്താൻ. അതിന് നമ്മൾ 4 പുരുഷാർത്ഥങ്ങളും, ആ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന പുരുഷാർത്ഥങ്ങളൊക്കെ പ്രാപിക്കണം. ആ 4ാമത്തെ പുരുഷാർത്ഥമാണ് മോക്ഷം. അതിന് നമ്മൾ ഈ വകയുന്ന സത്സംഗങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവസരം കിട്ടുമ്പോൾ ഇത്തരം നല്ല കാര്യങ്ങൾ പറയുന്നിടത്ത് നമ്മൾ ചെവി കൊടുത്തിരിക്കണം. അതുകൊണ്ടുള്ള ഗുണമെന്താണ്? സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്സംഗം കൊണ്ട് സജ്ജനങ്ങളുമായി പ്രചേതസ്സുകൾ പറയുന്നത് എന്താണ്? ഭഗവാനെ അങ്ങയെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്കിനി പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല, എന്തു ചെയ്താൽ മതി? എത്ര ജന്മം ഞങ്ങൾക്കുണ്ടെങ്കിലും. ഭഗവാനെ കണ്ടാൽ പിന്നെ ജന്മം ഉണ്ടോ? ഇല്ല എന്നാണ് നമ്മളൊക്കെ പക്ഷേ ഉണ്ടെങ്കിൽ ഭക്തിയും തന്നെ അനുഗ്രഹിക്കണം, സജ്ജനങ്ങളുമായി സംസർഗത്തിനുള്ള അവസരവും തരണം എന്നാണ്. അത്രയും ശ്രേഷ്ഠമാണെന്ത്? ഇതുപോലെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ആ സത്സംഗത്തെ നമുക്ക് ഈ സംസാരം ജനനമരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽ നിന്നും നമുക്ക് മറുകരയിലെത്തുവാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം, രാമായണ ശ്രവണം, അതിനൊക്കെ വളരെ പ്രസക്തി. രാമായണം നിത്യപാരായണം നടത്തിയിരുന്നതായിരുന്നു ഭവനങ്ങളിൽ. നേരത്തെ പറഞ്ഞു, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഗ്രന്ഥങ്ങൾ ദേവീ മഹാത്മ്യമൊക്കെ വായിക്കും. ഇതൊക്കെ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇതൊക്കെ വിദേശാധിപത്യത്തിൻ്റെ കടന്നാക്രമണം കൊണ്ട്, പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നാക്രമണം കൊണ്ട് ഒക്കെ നമുക്ക് നഷ്ടപ്രായമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മോക്ഷത്തിൽ നിന്നും നമ്മുടെ ദുരിത ജീവിതത്തിൽ നിന്നും നമ്മൾ അകന്നു പോവുകയാണ് എന്നുള്ളൊരു അവബോധം നമുക്കുണ്ടായാൽ നമ്മളതിൽ നിന്ന് ഉറച്ചു നിൽക്കും. അപ്പോൾ അങ്ങനെ രാമായണം കൊണ്ട് നമുക്കതാണ് ഗുണം. എന്താണ് ഈ രാമായണം? രാമസ്യയനം, അതാണ് രാമായണം.
അത് രമായാം അയനവുമാണ്. ലക്ഷ്മിയുടെ സീതാദേവിയുടെ യോഗമായയുടെ ചരിത്രവുമാണ് എന്ത് സീതാരാമായണം. അന്ധകാരമാണ്, അതിനെ ഇല്ലാതാക്കലാണ് രാമായണത്തിലൂടെ നമുക്ക് സാധിക്കുന്നത്. എന്താണ് രാമായണത്തിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് പണ്ഡിതന്മാർ? വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദ പ്രാചേതസാദാസേ സാക്ഷാൽ രാമായണാത്മന. ഇതാണ് രാമായണം. വേദങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന വേദവേദ്യനായ വേദങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ദശരഥൻ്റെ പുത്രനായി അയോധ്യയിൽ ജനിച്ചപ്പോൾ വേദം തന്നെ വാൽമീകി മഹർഷിയിലൂടെ ഏതു പേരിൽ അവതരിച്ചു? രാമായണം എന്ന പേരിൽ അവതരിച്ചു. അപ്പോൾ രാമായണത്തിൻ്റെ മഹത്വം ഇനി പറയേണ്ട കാര്യമുണ്ടോ? അതാണ് രാമായണം. വേദം പഠിച്ചതിന് തുല്യമാണ് രാമായണം ഗ്രഹിക്കുന്നത്. ആരാണ്? ശ്രീരാമചന്ദ്രസ്വാമി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മഹാദേവൻ ശ്രീരാമനെ എന്താ വിശേഷിപ്പിച്ചത്? ഏതാണ്? അതായത് അത്രയും സത്വമാർഗത്തിൻ്റെ വഴികാട്ടിയാണ്. മര്യാദാ പുരുഷോത്തമനാണ് അല്ലേ? മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിത്രം വായിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലുള്ള അന്ധതകളൊക്കെ നീങ്ങി കിട്ടും. അതാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ. ആരാത് പറഞ്ഞേ? മാരീചൻ പറഞ്ഞതാ. മാരീചൻ ആരാ? ശ്രീരാമചന്ദ്രസ്വാമിയുടെ ബന്ധുവോ അല്ലെങ്കിൽ രാജാവോ സന്യാസിയോ ഋഷിയോ ഒന്നല്ല, എതിരാളിയാണ്, ശത്രുവാണ്. ആ മാരീചൻ പോലും മനസ്സിലാക്കി ശ്രീരാമചന്ദ്രസ്വാമിയുടെ ധർമാവബോധം. ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് ഈ ശ്രീരാമനെ പോലെ ആർക്ക് ജീവിക്കാൻ കഴിയും? ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവർ അങ്ങനെയേ ജീവിക്കും. അപ്പം അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥകളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇവിടെ കേൾക്കുന്നത്. നമ്മൾക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്തിനാണ് ശ്രീരാമ അവതാരം ഉണ്ടായത്? രാവണാദികളുടെ ഉപദ്രവം സഹിക്കാനാകാതെ വന്നപ്പോൾ ബ്രഹ്മാദി ദേവന്മാർ പ്രാർത്ഥിച്ചു, മഹാവിഷ്ണുവിനെ കണ്ട് പുരുഷസൂക്തമൊക്കെ ചൊല്ലി ജപിച്ച് അദ്ദേഹത്തെ ഉപാസിച്ചു. ഭഗവാൻ അവർക്ക് ദർശനം കൊടുത്തു. നിങ്ങളുടെ ദുഃഖത്തിനൊക്കെ ഞാൻ പരിഹാരം കണ്ടുകൊള്ളാം എന്ന് പറയുന്നു. ഞാൻ അയോധ്യയിൽ കൗസല്യയുടെയും ദശരഥൻ്റെയും പുത്രനായി അവതരിക്കും. കാരണം അവർ പൂർവ്വജന്മത്തിലും ഭഗവാൻ പുത്രനായി ജനിക്കണമെന്ന് വധിച്ചാണ്. അങ്ങനെ 3 ജന്മത്തിൽ ജനിക്കുന്നുണ്ട്. 3 ജന്മം അവർക്ക് കിട്ടുന്നുണ്ട്. കൃഷ്ണനായി ജനിക്കുന്നു, രാമനായി ജനിക്കുന്നു, അതേപോലെ തന്നെ വാമന രൂപിയായിട്ട് ജനിച്ചൊക്കെ ആരാണ്? ഈ അതിഥിരെയും കൗസല്യരെയും മഹർഷിയുടെ പുത്രനാണ്. കശ്യപനും അതിഥിയാണ്, ദശരഥനും കൗസല്യയും. അപ്പോൾ ജനിക്കുമെന്ന് പറഞ്ഞു. അതിൻ പ്രകാരം അയോധ്യയിൽ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ജനിക്കുന്നു. 3 പുത്രന്മാർ, സഹോദരന്മാർ വേറെ ഉണ്ടാകുന്നു. ശംഖചക്ര അനന്ത മൂർത്തികളായിട്ടുള്ള അവരെല്ലാം തന്നെ ഭഗവത് സ്വരൂപങ്ങളാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. അഭിഷേകത്തിന് തയ്യാറാകുന്നു. അച്ഛൻ്റെ സത്യം പാലിക്കാനായിക്കൊണ്ട് 14 വർഷക്കാലം വനവാസം അനുഷ്ഠിക്കുന്നു. അങ്ങനെ സീതയോടുകൂടി പഞ്ചവടിയിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാവണൻ വന്ന് സീതയെ അപഹരിക്കുന്നത്. അപഹരിച്ചു. ഇനി സീതയെ അന്വേഷിക്കുകയാണ്. ഭഗവാൻ അഗ്നിമണ്ഡലത്തിൽ മറിഞ്ഞിട്ടുണ്ട് സീത, എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ സീതാദേവി നമ്മുടെ മുന്നിലുള്ളത് വെറും യോഗമായ രൂപമാണ്. സാക്ഷാത് ദേവി അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്നു. ആ സീതാദേവിയെ നമുക്ക് അവസാനം അഗ്നിശുദ്ധിയോടുകൂടി രംഗപ്രവേശം ചെയ്യുന്നത് കാണാം. അങ്ങനെയുള്ള സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാർ യാത്രയായി പമ്പാനദി തീരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ കിഷ്കിന്ധയിലെ രാജാവായിട്ടുള്ള ഇളയ രാജാവായിട്ടുള്ള സുഗ്രീവൻ ബാലിയെ പേടിച്ച് ആ പർവ്വതത്തിൻ്റെ മുകളിലിരിക്കുന്ന ഹൃഷ്യമൂകാചല പർവ്വതത്തിൻ്റെ മുകളിലിരിക്കുന്നു. ഹനുമാനും 4 മന്ത്രിമാർ വേറെയുണ്ട്. ഇവർ 4 പേര് വാനരന്മാരുമായി അവിടെ ഹൃഷ്യമൂകാചലത്തിൽ ഇരിക്കുമ്പോഴാണ് രാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി അവിടേക്ക് എത്തുന്നത്. അവർ തമ്മിൽ കാണുന്നു. അങ്ങനെ സഖ്യം ചെയ്യുന്നു. സുഗ്രീവനും ശ്രീരാമനുമായി സഖ്യം ചെയ്തു. സുഗ്രീവന് കൊടുത്തത് ബാലിയെ, സുഗ്രീവൻ്റെ ഭാര്യ രുമയെ പോലും ബാലി സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു അധർമ്മമുണ്ട്. ബാലിയുടെ ശക്തി അപാരമാണ്. കാരണം ഇന്ദ്രപുത്രനാണ്. യുദ്ധം ചെയ്യുമ്പോൾ പാതി ഫലം മറ്റുള്ളവർക്ക് കിട്ടും. അപ്പോൾ ആ ബാലിയെ വധിക്കാൻ കഴിയില്ല ആർക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ ആ ബാലിയെ വധിച്ചു കൊടുക്കാം. സുഗ്രീവനുമായി സഖ്യം ചെയ്തു. അവസാനം ബാലിയെ വധിച്ചു. സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്നു. പോകുന്ന വഴിയെ ജടായുവിന്
മോക്ഷം കൊടുക്കുന്നു, കബന്ധന് ഗതിയേകുന്നു. അങ്ങനെ സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കി സുഗ്രീവൻ വാനരന്മാരെ 4 ഭാഗത്തേക്കും പറഞ്ഞയച്ച കൂട്ടത്തിൽ തെക്കോട്ട് പോയിട്ടുള്ള വാനരന്മാരുടെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണം അല്ലേ? ആരൊക്കെ പോയിരിക്കുന്നത്? ഹനുമാൻ, ബാലിയുടെ പുത്രനായ അങ്കദൻ, മഹിന്ദൻ, വിവിധൻ തുടങ്ങിയിട്ടുള്ള വാനരന്മാരൊക്കെ അങ്ങനെ ബഹുദൂരം തെക്കോട്ട് നടന്നു. അങ്ങനെയാണ് സ്വയംപ്രഭയൊക്കെ കണ്ടു. അങ്ങനെ ആ ഗുഹയിൽ ഭക്ഷണം ദാഹമൊക്കെ തീർത്ത് അവർ ഗുഹയിലൂടെ പുറത്തൊക്കെ വന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും 1 മാസത്തിനുള്ളിൽ 30 ദിവസമാണ് ആര് സമയം കൊടുത്തിരിക്കുന്നത്? സുഗ്രീവൻ കൽപ്പന, സുഗ്രീവാജ്ഞ അങ്ങനെയാണ് അല്ലേ? ആ ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ മരണം നിശ്ചയമാണ്. എന്തായാലും ഇനി മറ്റ് 3 ഭാഗത്തേക്കും പോയ വാനരന്മാരൊക്കെ തിരിച്ചു വന്നു. അവർ തോൽവി സമ്മതിച്ചു. പക്ഷേ ഇവർ അന്വേഷിച്ചപ്പോഴേക്കും 1 മാസവും കഴിഞ്ഞു. എന്താ കാരണം? ആ സ്വയംപ്രഭയുടെ ഗുഹയിൽ ഏതാണ്ട് കുറേ കാലം കഴിഞ്ഞു അല്ലേ? കുറച്ച് കാലം കഴിഞ്ഞു, അതുകൊണ്ട് സമയം പോയി. ഇവിടെ വന്നു. ഇനിയിപ്പോൾ മരണമല്ലാതെ രക്ഷയില്ല, നമുക്ക് പ്രായോപവേശം കൊണ്ട് മരിക്കാമെന്ന് കരുതി അവരെല്ലാം ആ ദർഭ വിരിച്ച് മരിക്കാൻ തയ്യാറായി അങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് സമ്പാദി എന്ന് പറയുന്ന ആ പക്ഷിശ്രേഷ്ഠൻ, ആ ജടായുവിൻ്റെ ജ്യേഷ്ഠനാണ് സമ്പാദി. ആ സമ്പാദിയെ ഇന്നലെ നിങ്ങൾ കണ്ടു. ആ സമ്പാദി അങ്ങനെ ഇറങ്ങി വരുന്നു. ആ സമ്പാദിയും ജടായും ആരാണ്? സൂര്യൻ്റെ തേരാളിയായിട്ടുള്ള അരുണൻ്റെ പുത്രന്മാരാണ്. പക്ഷിവർഗം എല്ലാവരും അതിൽ നിന്നുണ്ടായിരിക്കുന്ന കശ്യപ പ്രജാപതിയിൽ നിന്നാണ് എല്ലാതിൻ്റെയും ജനനം. ദേവന്മാരും ദിതിയിൽ അസുരന്മാർ, അതിഥിയിൽ ദേവന്മാർ, അതേപോലെ തന്നെ പക്ഷിമൃഗാദികൾ, കദ്രുവിൽ നിന്ന് സർപ്പങ്ങൾ, വിനതയിൽ നിന്ന് പക്ഷികൾ, ഈ വർഗങ്ങളൊക്കെ ആരിൽ നിന്നാണ്? കശ്യപ പ്രജാപതിയിൽ നിന്നാണ്. അപ്പോൾ ഈ ജ്യേഷ്ഠനും അനുജനും അരുണൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. ഇവർ നല്ല ബലവേഗ, കാരണം കഴുകന്മാരാണല്ലോ, നല്ല ബലവേഗങ്ങളുള്ളവരാണ്. ഇവർക്കൊരു തോന്നൽ ഒരിക്കൽ എന്ത് അനുജനാ തോന്നിയേ, ജടായുവിനാ തോന്നിയെന്ത് സൂര്യമണ്ഡലത്തോളം ഒന്ന് പറക്കാൻ, എത്ര ഉയർത്തി പറക്കാമെന്ന്. അങ്ങനെ പറന്ന കൂട്ടത്തിൽ ഏതാണ്ട് സൂര്യമണ്ഡലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അനുജന് ജടായുവിന് വിവശതയായി, ചിറകൊക്കെ കരിയുമെന്നുള്ള മട്ടായി. അപ്പോൾ സമ്പാദി എന്തു ചെയ്തു? ആ ജടായുവിന് തണൽ കൊടുത്തതാണ്. സമ്പാദി ചിറക് കരിഞ്ഞ് ഒരിടത്തങ്ങ് വീഴുന്നു, ജടായു മറ്റൊരിടത്തും ചെന്ന് വീഴുന്നു. അതിനുശേഷം ഈ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ കണ്ടിട്ടില്ല. ആ സമ്പാദി 3 ദിവസം കിടക്കുന്ന കിടപ്പിൽ കിടന്നു. അവസാനം അവിടെ ഒരു മഹർഷിയുടെ ആശ്രമം, ആ ചന്ദ്രമസ് എന്ന് പറയുന്ന ആശ്രമത്തിലേക്ക് മഹർഷിയുടെ അടുത്തെത്തി. മഹർഷി ചില കാര്യങ്ങൾ അതാ സമ്പാദിവാക്യമൊക്കെ കേട്ടു. അപ്പം അങ്ങനെ ഉപദേശിച്ചു. അപ്പം അദ്ദേഹം ഒരു നിർദ്ദേശം കൊടുത്തു. രാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി വാനരന്മാരിവിടെ വരും. ആ വാനരന്മാർക്ക് നീ മാർഗം തെരഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞാൽ തെക്ക് സീതാദേവി ലങ്കയിൽ ഇരിക്കുന്നുണ്ട്. 100 യോജന സമുദ്രത്തിൽ സുബേലപർവ്വതത്തിൻ്റെ മുകളിലുള്ള സുവർണ ലങ്കയിൽ ഉദ്യാനത്തിൽ ഇരിക്കുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ ഈ വരുന്ന വാനരന്മാർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിനക്ക് ചിറക് മുളയ്ക്കും. അങ്ങനെ അത് പറഞ്ഞതിൻ്റെ പിന്നാളത ആർക്ക്? ആ സമ്പാദിക്ക് ചിറക് മുളച്ച് ഇന്നലെ അങ്ങോട്ട് പറന്നു പോയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ആരെ കാണണം? ഇനി അവർ പിന്നെ ഇത് പറഞ്ഞില്ലേ, ഇപ്പം എന്തായാലും സീത എവിടെയാണെന്ന് കണ്ടു ഇല്ലേ, അറിഞ്ഞു. 100 യോജന സമുദ്രം, 1 യോജന എന്ന് പറഞ്ഞാൽ 13 കിലോമീറ്ററാണ്. ഈ 13 കിലോമീറ്റർ അത്രയും യോജന സമുദ്രം എങ്ങനെ തരണം ചെയ്യും? ആർക്കാണ് അപ്പം അതിന് കഴിയുക? അപ്പോഴും ഒരു വാനന്മാർ പറയുന്നത് എന്താ? നമുക്കിതൊന്നും സാധിക്കില്ല. ഈ ദുർഗമവും ദുസ്തരവുമായിട്ടുള്ള ഈ സമുദ്രം ആരെ കൊണ്ട് തരണം ചെയ്യാൻ പറ്റും? നമുക്ക് മരണമല്ലാതെ ഫലമുണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയമാണ്. അതാണ് സമുദ്രം. അപ്പോൾ സമുദ്രലംഘന ചിന്ത. അപ്പം അങ്ങനെ ആ വിഹായസിലേക്ക് സമ്പാദി പറന്നു പോയപ്പോൾ പിന്നെ കവിവരൻ കൗതുകത്തോട് മന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മഹാനക്രങ്ങളും ചക്രങ്ങളൊക്കെ ഉള്ള ഈ സമുദ്രം തരണം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഒരു വാനരൻ പറയുന്നു, ആവതല്ലാത്തതോ ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ. അപ്പോൾ ഒരാൾ പറയാണ്, എന്തിനാ നമ്മൾ ഈ ആവാത്ത കാര്യം ആലോചിക്കണത്? ഇപ്പോൾ സമുദ്രത്തിൽ അങ്ങോട്ട് പറക്കാൻ പുറപ്പെട്ടു, ചാടാൻ പുറപ്പെട്ടു, പകുതി എത്തിയാൽ ചിലപ്പോൾ അവൾ ചാടി ആ വെള്ളത്തിൽ കിടന്നിട്ടാവും ചാവുക. അപ്പോൾ അവസാനം അവർ പറയുകയാണെന്ത്, ആവതല്ലാത്ത ചിന്തിച്ച് ചാവണോ? ആ 2 വരിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ അത്? ആർക്കാ പറയാൻ കഴിയാം? രാമായണത്തിൽ ഇപ്പം ഇത്രയും വരികൾ വായിച്ചതിൽ രായോ മായോ ഇല്ലാത്ത വരി കാണില്ല. ഇന്നല്ല എന്ന് പറയണില്ല, അത്യാവശ്യം 1-2 ഉണ്ടാവും. പക്ഷേ അതൊന്ന് കാണാൻ പറഞ്ഞാൽ, ചോദിച്ചാൽ ഉത്തരം എഴുതാവുന്ന 2 വരിയാണ് ഏത്? രായും മായും ഇല്ലാത്ത 2 വരി, ഒരു ഇരടിയാണപ്പോൾ അത്. ആവതല്ലാത്തതോ ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ. എന്തിനാ യാവത്തിലേക്ക് ചെന്ന് ചാടുന്ന? എനിക്ക് ചാടാൻ പറ്റില്ല എന്ന് തന്നെ പറയാണ്.
അപ്പോൾ അത് അംഗദം വിട്ടുകൊടുക്കുന്ന സ്വഭാവമല്ല. അംഗദം പറയുന്നു എന്ത്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ ശ്രീരാമചന്ദ്രസ്വാമിയുമായി സഖ്യം ചെയ്ത് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുള്ളതാണ് സീതാദേവിയെ കണ്ടെത്തിക്കൊള്ളാമെന്ന്. അതാണ് സുഗ്രീവൻ കൊടുത്തിരിക്കുന്ന വാക്ക്. ആ സുഗ്രീവന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നമ്മളിൽ കഴിവുള്ള നിരവധി പേരുണ്ട്. അംഗദൻ നിരുത്സാഹപ്പെടുത്തല്ല ചെയ്ത്. ആരാണ് അംഗദൻ? ബാലിയുടെ പുത്രനാണ്, കിഷ്കിന്ധയിലെ യുവരാജാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുഗ്രീവ രാമസൗമിത്രികൾക്കും ബഹു വിഗ്രഹം കളഞ്ഞു രക്ഷിക്കുന്നതും. ആർക്കാണ് ഇതിൽ പ്രബലത ശക്തിയുള്ള വെച്ചാൽ ആ ആൾ പറയാം. നമ്മളെല്ലാം രക്ഷിക്കുന്നത് ആരെ രക്ഷിക്കുന്നത്? ആ ശ്രീരാമചന്ദ്രസ്വാമി, അതേപോലെ ലക്ഷ്മണകുമാരൻ, ആ സുഗ്രീവൻ, അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ സേവനം ചെയ്യുന്നത്, ഈ ത്യാഗം ചെയ്യുന്നത്. കഴിവുള്ളവരുണ്ട്, ആരെങ്കിലും മുന്നോട്ട് വരുമോ എന്നാണ് പറഞ്ഞത്. ഒന്നും പറഞ്ഞില്ലൊരുത്തരും. അപ്പോഴും ആരും ഒന്നും പറഞ്ഞില്ല. എന്താ കാരണം? ധൈര്യം പോരാ അല്ലേ? ഈ 100 യോജന സമുദ്രം. അംഗദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ, ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ഫലം പ്രത്യേകം ഉദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോജന വഴി. അപ്പം അതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞെന്ത്, നോക്കട്ടെ, ഞാൻ വേണമെങ്കിൽ ഒരു 10 യോജന അങ്ങോട്ട് ചാടാം. എത്ര യോജന സമുദ്രം? 100 യോജന അല്ലേ? അപ്പോൾ 10 ചാടി എന്തായിരിക്കും? പക്ഷെ പറഞ്ഞു നാലും എന്ത്, ഞാൻ 10 ചാടാം. അതുകൊണ്ടൊന്നും കാര്യമില്ല. അടുത്ത ആൾ പറഞ്ഞു, ഞാൻ 20 ചാടാം, 40 മറ്റേവനും 50, 60, 70 ഒരാൾ പറഞ്ഞു അവസാനം എന്താ, ഞാൻ 80 ചാടാമെന്ന്. അപ്പോഴെവിടെ ചെന്ന് ചാടുള്ളൂ? മുക്കാ ഭാഗത്ത് പോയി ചാടുക അല്ലേ? 80 ചാടാമെന്ന് വേറൊരാളും പറഞ്ഞു. ഈ കണ്ട നമ്മിലാർക്കും കടക്കാവതൽ ഇക്കടൽ മർക്കട വീരരേ നിർണയം. അതാണ് പറഞ്ഞപ്പോൾ ജാമ്പുവാൻ പറഞ്ഞു. ജാമ്പുവാൻ ആരാ? ഭൂമി ഉണ്ടാവണേൻ്റെ 3 ദിവസം മുമ്പ് ഉണ്ടായ ആളാണ്. ഇവിടെ ഉണ്ടാകുന്ന സർവ്വചരാചരങ്ങളുടെയും ചരിത്രം അറിയുന്ന ആളാണ് ആര്? ജാമ്പുവാൻ. ഇനി ജാമ്പുവാനെ നമ്മളെവിടെയും കാണും. ഇത് ത്രേതായുഗമാണ് അല്ലേ? 28ാമത് ചതുർയുഗത്തിലെ ത്രേതായുഗത്തിലാണ് ഇപ്പം ഈ കഥ സംഭവിക്കുന്നതെന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ 28ാമത്തെ ചതുർയുഗം, 4 ചതുർയുഗം, അങ്ങനെ 72 പ്രാവശ്യം പൂർത്തിയാകുമ്പോൾ ഒരു മന്വന്തരം. അങ്ങനെ 14 മന്നുക്കളാണ് ഈ ഭൂമി ഭരിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ എത്രാമത്തെ മന്വന്തരത്തിലാണ്? 7ാമത്തെ മന്വന്തരത്തിലാണ്. അപ്പോൾ കാലം ഇനിയുണ്ട്, കുറെ കിടക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നു എന്ത്, ഈ കഴിഞ്ഞ വാമനമൂർത്തി അവതരിച്ച സമയത്ത് ആരുണ്ട്? ഇദ്ദേഹമുണ്ട്, ജാമ്പുവാനുണ്ട്, ബ്രഹ്മാവിൻ്റെ പുത്രനാ. അദ്ദേഹത്തിന് ഈ നമ്മുടെ പുരാണങ്ങളെടുത്ത് നോക്കിയാൽ ചിരഞ്ജീവികളെ കാണാം അല്ലേ? അശ്വത്ഥാമ, ബലിർവ്യാസ, ഹനുമാൻസ, വിഭീഷണ, കൃപ, പരമശുരാമശ്ച, സപ്തൈതേ ചിരഞ്ജീവനാന്നാണ്. ഇവർ 7 പേരും ചിരഞ്ജീവികളാണ്. അപ്പോൾ എന്നാൽ ജാമ്പുവാൻ്റെ പേരതിൽ കേട്ടുവോ? ഇല്ല. ജാമ്പുവാൻ ചിരഞ്ജീവിയല്ല. അവരൊക്കെ കുറേ കാലം ജീവിക്കുന്നവരൊരു കാക്കയുടെ കഥ ഉണ്ട്, വാസിഷ്ഠത്തിൽ പറയുന്നുണ്ട്. ഭൂസുണ്ടൻ എന്ന് പറയുന്നൊരു കാക്കയെ കാണാം. എത്രയോ യുഗം ഞാൻ രാമായണ കഥ തന്നെ 100 ആവർത്തി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ഭൂസുണ്ടൻ. അപ്പം അങ്ങനെയുള്ള ഭൂസുണ്ടൻ അദ്ദേഹം ജാമ്പവാൻ മാർക്കണ്ഡേയ മഹർഷി ഇല്ലേ? മാർക്കണ്ഡേയൻ്റെ മായങ്ങൾ ഭാഗവതം കേട്ടിട്ടുണ്ടാവും. ഈ മാർക്കണ്ഡേയ മഹർഷി 6 മന്വന്തരത്തിലും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആയുസ് എത്ര? വെറും 12 വയസ്സിൻ്റെ ആയുസ്സിൽ ഭൂമിയിൽ വന്ന ആളാണ് ആര്? മാർക്കണ്ഡേയൻ. മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിന് ദീർഘായുസ് കിട്ടിയത്. അവരൊക്കെ ചിരഞ്ജീവികളല്ല, ദീർഘായുസ്സുക്കളാണ്. അപ്പോൾ ഇദ്ദേഹം വാമനമൂർത്തിയായി അവതരിച്ചപ്പോൾ 21 വട്ടം ഭൂപ്രദക്ഷിണം കൊട്ടി രോഗരെ മുഴുവൻ കൊട്ടിയറിയിച്ച ആളാണ് ആര്? ഈ ജാമ്പവാൻ. അപ്പം അന്ന് എൻ്റെ യൗവനായിരുന്നു. അപ്പം എനിക്ക് അന്നത്തെ കാലസ്ഥിതിയാണെങ്കിൽ ഈ 100 യോജന സമുദ്രം ചാടാൻ എനിക്കൊരു പ്രയാസമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജാമ്പവാൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി അല്ലേ? ഇദ്ദേഹത്തിനൊരു മകള് ജാമ്പവതി ഉണ്ട് അല്ലേ? ഈ ജാമ്പവതിയെ ആരാ വിവാഹം ചെയ്യുന്നത്? ഭഗവാൻ കൃഷ്ണന. 8 ഭഗ്നിമാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? ജാമ്പവതി. അപ്പോഴേക്ക് യുഗം മാറി ദ്വാപരയുഗമായി. ആ ദ്വാപരയുഗം വരെയും ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. ആര്? ജാമ്പവതിയും ജാമ്പവാനൊക്കെ ഉണ്ട്. എന്താ കാരണം? ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. തൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്ന് ജാമ്പവാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ ജന്മത്ത് താൻ ഏകഭഗ്നിവ്രതക്കാരനാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല, അടുത്ത ജന്മത്ത് സാധിക്കുമെന്ന് പറഞ്ഞ യൗവനം, നിത്യയൗവനം കൊടുക്കുന്നുണ്ട് ജാമ്പവതിക്ക് അല്ലേ? അപ്പോൾ അതാണ് ജാമ്പവാൻ. ആ ജാമ്പവാൻ പറയുകയാണെന്ത്, ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതിൽ ഇക്കടൽ മർക്കട വീരരെ മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചെന്നമായി 3 അടിയായി അളക്കും വിധോ യൗവനകാലേ വരും പറയും കൊട്ടി
മൂവേഴു വട്ടം വലത്തു വെച്ചിടിനേൻ. വാമനൻ അവതരിച്ചപ്പോൾ അത് ലോകരെ അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ ഭൂമിയെ 21 വട്ടം പ്രദക്ഷിണം വെച്ച് എല്ലാവരും കൊട്ടിയറിയിച്ച ആളാണ്. പക്ഷെ അന്ന് എനിക്ക് നല്ല യൗവനായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് സാധ്യമല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ജാമ്പവാൻ പറയുന്നത്. അപ്പം അത് ആ കൃഷ്ണ പിന്നീട് അദ്ദേഹത്തിന് ആയുസുണ്ടെങ്കിലും ജരാനരകൾ ബാധിച്ച് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു സമന്തകരത്നം തുള്ളലുണ്ട്. അത് വായിച്ചാൽ നമുക്ക് ജാമ്പവാൻ്റെ മുഴുവൻ ചിത്രം ഒന്ന് മനസ്സിലാവും. അങ്ങനെ അപ്പോൾ ഈ ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയ, ഞാൻ 21 വട്ടം പ്രദർശനം ചെയ്ത് ഇതാ ആ ദാനവാരി എന്ന് പറഞ്ഞാൽ നമ്മൾ വാമനമൂർത്തിയെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായിട്ടുള്ളതാണ്. കാലസ്വരൂപനാമീശ്വരൻ നിർവചനം ആവശ്യമാകുന്നൊരു പ്രയോഗമാണല്ലേ. എല്ലാം നിശ്ചയിക്കുന്നത് ആരാ? കാലം. ഈ കാലം എന്താണ്? ഭഗവാനാണ്. അപ്പോൾ കുറേ മുത്തുകൾ നിലത്ത് വീണാൽ ആ മുത്തുകൾ എവിടെ ചെന്ന് ഉരുണ്ട് അവസാനിക്കണം എന്ന് നിശ്ചയിക്കുന്നതും ആരാണ്? ഭഗവാനാണ്. ഒരു ഇല ഭൂമിയിൽ വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഴുന്ന സമയം നിശ്ചയിച്ചിട്ടുള്ളത് ആരാണ്? ഭഗവാനാണ്. ശ്രീരാമചന്ദ്രസ്വാമി തന്നെ പറഞ്ഞിട്ട് ഈ വനവാസമൊന്നും ഇല്ലാതെ തന്നെ അങ്ങേക്ക് രാവണനെ കൊന്നൂടെ എന്ന് വസിഷ്ഠ മഹർഷി അടക്കം ചോദിക്കുന്നുണ്ട്. അപ്പം എന്താ ഭഗവാൻ മറുപടി പറഞ്ഞേ? ആയില്ല. അങ്ങനെ ഓടിക്കേറിയ ഒരാളെ കൊല്ലാനൊന്നും പറ്റില്ല. ആ ആളുടെ സുഹൃതം അവസാനിക്കണം. സുഹൃതം അവസാനിച്ച് അതിൻ്റെ ദുഷ്കൃതം മാത്രം ബാക്കി നിൽക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അവനെ കൊല്ലാൻ പറ്റൂ, രാവണനെ കൊല്ലാൻ പറ്റൂ. കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇത്രയും ശക്തിയുള്ള ഭഗവാൻ കൃഷ്ണൻ അല്ലേ, ആ കംസനെ കൊല്ലാൻ 12 കൊല്ലം കാത്തിരുന്നില്ലേ? എന്തിനത്ര കാത്തിരുന്ന്? അത്രയും ശക്തി ഉള്ളതല്ലേ. പക്ഷേ ആ കംസൻ്റെ എന്ത് ഒടുങ്ങണം? പുണ്യം അവസാനിക്കണം. ഇവിടെ രാവണൻ്റെ കാര്യം അങ്ങനെ തന്നെ. അതാ പറയുന്നത് കാലസ്വരൂപനല്ലോ ഭവൻ. നാരായണീയത്തിലും പറയുന്നുണ്ട് അല്ലേ. ശബ്ദസ്വരൂപനാണ്, ബ്രഹ്മസ്വരൂപനാണ്, കാലസ്വരൂപനാണ്. ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് പലരും പല രൂപത്തിലാണ് ചിന്തിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നു നാദബ്രഹ്മമാണ്. സംഗീതക്കാർ പറയും എന്ത്? ഭഗവാൻ ഏതാ? നാദബ്രഹ്മമാണ് അല്ലേ. സാഹിത്യക്കാർ പറയും ശബ്ദസ്വരൂപമാണ്. എല്ലാം ഈശ്വരനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവായി വർത്തിക്കുന്ന ഭഗവാന് മാത്രമേ എല്ലാം നിശ്ചയിക്കാൻ അറിയൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഇപ്പം എനിക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങോട്ട് ചാടാം എനിക്കൊന്ന് നിർണയം, ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല. എല്ലാവരും പറഞ്ഞു, ജാമ്പവാനും പറഞ്ഞു. അപ്പോൾ അങ്കദൻ്റെ കൂട്ടത്തിൽ അല്ലേ, അങ്കദൻ പറഞ്ഞാൽ എന്താ അറിയോ? എല്ലാവരോടും പറയാൻ പറഞ്ഞു. അവസാനം അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ അങ്ങോട്ട് എങ്ങനെയെങ്കിലും ചാടാം, പക്ഷേ പോയിട്ട് കാര്യമില്ല, പിന്നെന്ത് വേണം? ഇങ്ങോട്ട് വരണ്ടേ? അതിനെനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് അങ്കദൻ പറയുന്നു. അപ്പോൾ ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല. ഉടനെ ജാമ്പവാൻ എന്താ പറഞ്ഞേ? അങ്ങോട്ട് പോകാൻ ചാടിയാലും തയ്യാറായാലും ഞങ്ങൾ വിടാൻ വിചാരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്താ കാരണം? അങ്ങ് കിഷ്കിന്ധയിലെ യുവരാജാവാണ്. ജനങ്ങളെല്ലാം അങ്ങയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. അങ്ങ് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ സുഗ്രീവനാണെങ്കിൽ ഇതാ ഈ ഹൃശ്യമൂകാചല പർവ്വതത്തിൻ്റെ മുകളിൽ ശ്രീരാമദൗത്യവുമായിട്ട് ഇത് അവിടെ അങ്ങനെ കഴിയാം. അപ്പോൾ രാജകാര്യങ്ങളൊക്കെ പ്രശ്നമാവും. അതുകൊണ്ട് അങ്ങയെ ഞങ്ങൾ വിടാൻ നിശ്ചയിച്ചില്ല. ഭൃത്യ ജനങ്ങളയക്കില്ലെന്നുമേ, ആരും അങ്ങയെ പറഞ്ഞയക്കില്ല. ഭൃത്യരിൽ ഏകനുണ്ടാമെന്നതേ വരൂ, ആർക്കുമേയില്ല സാമർത്ഥ്യ മനശനം, ദീക്ഷിച്ചു തന്നെ മരിക്കണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ പ്രായോപവേശം കൊണ്ട് മരിക്കുകയല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഹനുമാനെ കുറിച്ച്, ഹനുമാൻ യാതൊരക്ഷരവും ഇതുവരെയും മിണ്ടിയിട്ടില്ല. ആ ഹനുമാനെ ഓർമ്മപ്പെടുത്തുന്നു. ആരാണ് ഹനുമാൻ? അനവധി ചരിത്രങ്ങളുടെ ഉടമയാണല്ലേ. 3 അച്ഛനുണ്ട്, 2 അമ്മയുണ്ട്. വിശേഷമായ എന്താ നമ്മൾ പറയാറുണ്ട്, ഉത്തമന്മാരുടെയും വാഹിനിയുടെയും ഉത്ഭവസ്ഥാനം അന്വേഷിക്കേണ്ട. മഹാശക്തന്മാരൊക്കെ സാധാരണ രൂപത്തിൽ ജനിക്കുന്നവരല്ല. അതന്നെയാണ് ആരും? ഹനുമാനും. ഹനുമാൻ ആരാ? മഹാദേവൻ തന്നെയാണ്. മഹാദേവന് 100 അവതാരമുണ്ട്. ശിവപുരാണത്തിൽ പറയുന്നുണ്ട് 100ഓളം അവതാരങ്ങൾ. അതിലപ്പുറം പലയിടത്തും ഉണ്ട്. പല അവതാരങ്ങളൊന്നും നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ആ മഹാദേവൻ്റെ 100 അവതാരങ്ങളിൽ പ്രധാന അവതാരങ്ങളിൽ ഒന്നാണെന്ത്? ഹനുമാൻ. ദുർവാസാവ്, അശ്വത്ഥാമാവ്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സതീദേവി ദേഹത്യാഗം ചെയ്തപ്പോൾ ആവിർഭവിച്ച മൂർത്തി ഉണ്ട് അല്ലേ. ആരാ? ഖണ്ഡാകർണനല്ല. ആരാണ്? മഹാദേവൻ്റെ
വീരഭദ്രൻ. അപ്പോൾ ആ വീരഭദ്രൻ്റെ അശ്വത്ഥാമാവുണ്ട്. പിന്നെ മഹാദേവൻ്റെ അമ്പലത്തിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നന്ദികേശ്വരൻ അല്ലേ. നന്ദികേശ്വരൻ ആരാ? മഹാദേവൻ തന്നെയാണ്. മഹാദേവൻ നന്ദികേശ്വരനോട് പറഞ്ഞാൽ മഹാദേവൻ്റെ അടുത്ത് എത്തുന്നതാണ് വിശ്വാസം അല്ലേ. അപ്പം അങ്ങനെ ആളുകളൊക്കെ ഇപ്പം എന്ത് ചെയ്യും? മഹാദേവൻ്റെ ആ നന്ദികേശ്വരൻ്റെ ചെവിയിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൽ കുറേ തത്വങ്ങളൊക്കെ ഇതൊക്കെ ശിവപുരാണത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രബല അവതാരങ്ങളൊക്കെ മഹാദേവനാണ്. ഹനുമാനും അങ്ങനെയാണ്. ആ ഹനുമാൻ മഹാദേവൻ്റെ അവതാരമാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം ദാക്ഷായണി ഗർഭസ്ഥനായ മഹാദേവ അംശമല്ലോ ബീജമല്ലോ ഭവാൻ. മഹാദേവിയായ പാർവതിയുടെ ഗർഭത്തിൽ ഉദിച്ചവനാണ് ഹനുമാൻ. പക്ഷേ ആ ഗർഭത്തെ പ്രസവത്തിലേക്ക് എത്തിച്ചില്ല. അതിനെ ഇതാ വായുദേവൻ ആവഹിച്ച് എവിടേക്ക് എത്തിക്കുന്നു? കേസരിയുടെയും അഞ്ജനയുടെയും അഥവാ പുത്രനായി ആ അഞ്ജനയുടെ ഗർഭത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. അങ്ങനെയാണ് ഭഗവാൻ ആരാകുന്നത്. ഹനുമാൻ ആരായത്? ആഞ്ജനേയനായിരുന്നു അദ്ദേഹം. ഹനുമാൻ എന്ന് പേര് കിട്ടാൻ വേറെ സംഭവഗതികളുണ്ട്. അങ്ങനെ ആ ദാക്ഷായണി ഗർഭത്തിൽ ജനിച്ച അങ്ങ്, വായുവിനാൽ പാലിക്കപ്പെട്ട വായുപുത്രനായിട്ടുള്ള മാരുതിയായിട്ടുള്ള അങ്ങ് എന്താണ്? ഇതാ ഇപ്പോൾ ആഞ്ജനേയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആഞ്ജനേയൻ എങ്ങനെയാണെന്നത്? അഞ്ജന കുഞ്ചികസ്ഥലം എന്ന് പറയുന്നൊരു അപ്സരസിൻ്റെ അവതാരമാണ്. അവൾക്കൊരു ശാപം കിട്ടി ഭൂമിയിൽ വാനരസ്ത്രീയായി ജനിച്ചതാണ്. അപ്പം അതാ നേരത്തെ പറഞ്ഞ ഉത്തമന്മാരുടെയും വാഹിനിയുടെയും ഉത്ഭവസ്ഥാനം അന്വേഷിക്കേണ്ട, അത്രയും മഹത്തരമായിരിക്കും. അപ്പോൾ ഹനുമാൻ നമ്മൾ സാധാരണ കാണുന്ന ഒരു വാനരനാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. സാക്ഷാൽ മഹാദേവൻ്റെ പരാക്രമവും സിദ്ധികളും അനുഗ്രഹവുമാണ് അദ്ദേഹത്തിൽ. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഹനുമാൻ രംഗപ്രവേശം ചെയ്യുന്നു. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായ ഒരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ ആകെയുമുണ്ട്. അങ്ങ് വാദാത്മജൻ എന്ന പേര്. അദ്ദേഹത്തിന് തുണയായിട്ട് വന്നത് ആരാ? എവിടേക്ക് തിരിയണം? രാവണന്റെ അന്തപുരത്തിൻ്റെ സമീപത്തൊക്കെ ചെന്നോക്കി മണ്ഡോദരിയെ കണ്ടു. ഇനി ഇതായിരിക്കോ സീത എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ മണ്ഡോദരി സുഖമായി കടന്നുറങ്ങാം. സീതാദേവി ഇങ്ങനെ ഉറങ്ങില്ല എന്ന് ശ്രീ ഹനുമാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉദ്യാനമൊക്കെ തിരഞ്ഞിട്ടാണ് ആ വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയത്. അപ്പോൾ ആ ഹനുമാൻ്റെ മഹത്വം അവിടേക്ക് എത്തിച്ചത് ആരാ? വായുവാണ് അല്ലേ. ഒരു മന്ദമാരുതൻ അങ്ങോട്ട് വീശി ഹനുമാനെ അനുകൂലമായിട്ടുള്ള ദിശയിലേക്ക് എത്തിച്ചു എന്നാണ്. അതിന് ഹനുമാൻ എല്ലാ ദേവന്മാരെയും സ്മരിക്കുന്നുണ്ട് ഇല്ലേ. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യേ ജതസ്യേ ജനകാത്മജായേ നമോസ്തു രുദ്രേന്ദ്രേ മാനിലേഭ്യ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യ. ഇതിലെല്ലാം 33 കോടി ദേവന്മാരും അതിലുണ്ട്. എല്ലാവരെയും ഹനുമാൻ അങ്ങോട്ട് സ്മരിച്ചു. അതാ അവിടെ ദിശ കിട്ടി. ആരാ കാണിച്ചു കൊടുത്തത്? വാദം വായു. അപ്പോൾ ആ വാദാത്മജൻ തന്നോട് തുല്യൻ ബലവേ ഓർക്കിലോ കേസരിയെ കൊന്നുതാപം കളഞ്ഞോരു കേസരിയാകിയ വാനരനം നാഥനോ പുത്രനായി അഞ്ജന പെറ്റുളവായൊരു സത്വ ഗുണപ്രധാനൻ ഭവാൻ കേവലം. ഹനുമാൻ ചിരഞ്ജീവിയാണെന്ന് പറഞ്ഞു അല്ലേ. ഞാൻ ഹനുമാന്റെ പ്രത്യേകത എന്താ? ഹനുമാൻ ജനിച്ച ഉടനെ എന്താ ചെയ്തത്? അതുല്യമായ പരാക്രമ കാണിച്ചത്. അങ്ങോട്ട് കിഴക്കേ ചക്രവാളത്തിൽ നോക്കിയപ്പോൾ അതാ ഒരു ചുവന്ന, അപ്പോൾ വിശപ്പുണ്ടെന്ന് കുട്ടി പറഞ്ഞപ്പോൾ കുട്ടി തുടുത്തതും പഴുത്തതുമായ ഫലങ്ങൾ കണ്ടത് ഭക്ഷിച്ചോളൂ എന്നാണ് അമ്മ കൊടുത്ത നിർദ്ദേശം അല്ലേ. കുട്ടി കിഴക്കോട്ട് നോക്കിയപ്പോൾ കണ്ടതെന്താ? നല്ല തുടുത്തൊരു പഴം. അങ്ങ് ചാടി 500 യോജന ദൂരം. ആ 500 യോജന ദൂരത്തിൽ സൂര്യബിംബത്തെ എടുക്കുമെന്ന് വന്നപ്പോൾ ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് അങ്ങോട്ട് ഛേദിച്ചു. അപ്പം അത് ഹനുവിൽ തട്ടി കുട്ടി അത്രയും ഉയരത്തിൽ താഴോട്ട് വീണു. എന്നിട്ട് വായുദേവൻ തൻ്റെ മകനെയും കൊണ്ട് അങ്ങ് പാതാളത്ത് പോയി ഒളിച്ചു. അവസാനം വായു നിശ്ചലമായി, ലോകരൊക്കെ വിഷമത്തിലായി. എല്ലാ ദേവന്മാരും വായുവിനെ ആശ്രയിച്ച് ചെയ്ത അപരാധത്തിനൊക്കെ തെറ്റ് ദേവേന്ദ്രനും പറയുന്നു. ഇങ്ങനൊരു സൂര്യനെ വിഴുങ്ങാൻ ചിലപ്പോൾ ഹനുമാൻ വിചാരിച്ച സാധിച്ചു എന്നും വരും. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയെ പൂർവ്വസ്ഥിതി ആ ഹനുവിൽ അങ്ങനെ ഒന്ന് ഈ മഹാദേവന്മാരൊക്കെ ഒന്ന് തലോടി. കുട്ടിയുടെ ഹനു എന്ന് പറഞ്ഞാൽ താടി എന്നർത്ഥം. താടിക്കാണ് മുറിവേറ്റ്. ആ മുറിവേറ്റത് പൂർവ്വസ്ഥിതിയിലായി, തളർച്ചയെല്ലാം മാറി. ബ്രഹ്മദേവൻ ബ്രഹ്മാസ്ത്രം അടക്കം ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? ഹനുമാന്. ഒരസ്ത്രവും ഹനുമാൻ്റെ മേലെ ഏശില്ല. അപ്പം ആ ബ്രഹ്മാസ്ത്രം എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിക്കൊണ്ടാണ് അന്ന് മുതൽക്കാണ് അദ്ദേഹം ആരാകുന്നത്? ഹനുമാനാകുന്നത്. ആ ഹനുമാനോ അങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ജാമ്പുവാൻ പറയാണ്,
അല്ല, അങ്ങെന്താണ് ഈ മിണ്ടാതിരിക്കുന്നത്? 500 യോജന മേപ്പോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതോ മാനസേ. അങ്ങയുടെ പരാക്രമത്തെക്കുറിച്ചൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അപ്പം ഈ മിണ്ടാതിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇപ്പോൾ ആവശ്യമുണ്ട് അല്ലേ? നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ എന്നാണ് പറയാം. ഒരാവശ്യം വരുമ്പോൾ നമ്മൾക്ക് അത് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അന്വേഷിക്കുവിൻ, കണ്ടെത്തിയിടും. അതെല്ല, ഏത് മതമായാലും ഏത് ജാതിയായാലും പറയുന്ന തത്വമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ കണ്ട് ഹനുമാനോട് പറയുകയാണ്, അങ്ങയുടെ ശക്തി അപാരതയൊക്കെ എനിക്കറിയാം. 500 യോജന ദൂരം ചാടിക്കടന്ന് സൂര്യബിംബത്തെ വിഴുങ്ങാൻ പുറപ്പെട്ട അങ്ങ് എന്തെല്ലാം അനുഗ്രഹത്തോടെയാണ് ഇരിക്കുന്ന ആളാണ്. പക്വമെന്നോർത്ത് ഭക്ഷിപ്പാൻ അടുക്കയാൽ എന്ന് പറയുന്നു. മാത്രവുമല്ല എല്ലാവരും അനുഗ്രഹിച്ചു. എന്താണ് ഏറ്റവും വലിയ അനുഗ്രഹം? മൃത്യു വരാ ലോകനാശം വരുമ്പോഴും. ലോകം അതായത് 14 മന്വന്തരം കഴിഞ്ഞിട്ട് ലോകം പ്രളയജലത്തിൽ മുങ്ങിപ്പോയാലും ആർക്ക് നാശം ഉണ്ടാവില്ല? ഹനുമാന്. എത്രയെത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി വരിപൂർണലോചനം മാരുതി നമതരാക്ഷസാന്തകം. അദ്ദേഹം ഇപ്പോഴുമുണ്ട്, എവിടെയുമുണ്ട്. ഞങ്ങളൊരിക്കൽ മണലൂർ രാമായണ സപ്താഹം നടത്തി. ആ സപ്താഹം നടത്തിയതിൻ്റെ അവസാനത്തെ ദിവസം ഒരു കുരങ്ങൻ അവിടെ വന്നു. അപ്പോൾ എല്ലാവർക്കും അത്യതിശയം, ഇന്ന് വരെ ഉണ്ടാവാത്തൊരതിശയമാണ്. എവിടെ നിന്ന് അത് വന്നറിയില്ല. ഇന്നിപ്പോൾ വാനന്മാരെ എല്ലായിടത്തും നിറഞ്ഞിട്ടില്ല, സാന്ദർഭികമായിട്ടായിരിക്കാം. എന്നിരുന്നാലും നമ്മുടെ വിശ്വാസം അല്ലേ, നമ്മുടെ എല്ലാം വിശ്വാസമാണല്ലോ. നമ്മുടെ സങ്കല്പം അവർക്കത് വലിയ ആനന്ദമായി. ഒരു ഉപദ്രവം ചെയ്തില്ല, ഒരു ഇതുണ്ടായില്ല, പോവുകയും ചെയ്തു. പക്ഷേ എങ്കിലും ഒരു സാന്നിധ്യം. അപ്പം എന്താ, എവിടെ രാമായണം വായിക്കുന്നുണ്ടോ അവിടെയൊക്കെ എന്താണ്? തത്ര തത്ര കൃതം അസ്തകാഞ്ജലി, അതായത് അഞ്ജലീബദ്ധനായി നേത്രങ്ങളിൽ നിന്നും തോരയായി കണ്ണീർ വർഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ മുന്നിൽ. ആര്? ശ്രീ ഹനുമാൻ, ആഞ്ജനേയൻ. അദ്ദേഹത്തിന് മൃത്യു വരില്ല, കൽപ്പാന്തകാലം വരെയും എന്നുള്ള അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാ ആംനായ സാരഥമൂർത്തികൾ ചൊല്ലിനാൻ നാംന ഹനുമാൻ ഇവനെന്നോ. അങ്ങനെയാണ് അങ്ങേക്ക് ഹനുമാൻ എന്ന പേര് കിട്ടിയത്. എനിക്കറിയാം, വേദം അറിയുന്ന വേദമൂർത്തികളാണ് അങ്ങയെ ഹനുമാൻ എന്ന പേര് നിർദ്ദേശിച്ച് വിളിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം അല്ലേ, സാന്ദർഭികമായി ചിന്തിക്കാം. ഇപ്പം എത്ര വാനരന്മാർ ഈ കൂട്ടത്തിലുണ്ട്? വിവിധൻ, മൈന്ദൻ തുടങ്ങി, നളൻ, അതേപോലെ അങ്കദൻ. പക്ഷേ ശ്രീരാമചന്ദ്രസ്വാമി ഒരു അങ്കുലീയം തന്നിട്ടുണ്ട് ഇല്ലേ? പോണ സമയത്ത് ഇനി അഥവാ സീതയെ കാണുമ്പോൾ സീതയ്ക്ക് മനസ്സിലാകാൻ ഒരു അടയാളം വേണമല്ലോ. ആ അങ്കുലീയം ആരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്? ശ്രീ ഹനുമാന്റെ കയ്യിലാണ്. നിൻ കയ്യിലല്ലയോ തന്നതോ രാഘവൻ അങ്കുലീയം, അതും എന്തിനെന്നോർക്ക നീ. അപ്പം ഹനുമാനോട് ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ തന്നെ ശ്രീരാമചന്ദ്രസ്വാമി അങ്കുലീയം തന്ന് വിട്ടതിന് എന്തിനാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? അത് ചിന്തിക്കേണ്ടതാണ്. കാരണം നിനക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ലോകത്തിൻ്റെ ത്രികാലവും അറിയുന്ന അല്ലേ, യോഗീവര്യന്മാർ പോലും ആ പാദത്തെ സദാ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ത്രികാലജ്ഞാനികളാണ് യോഗികൾ. അപ്പം അവർക്ക് വരാൻ പോണ കാലം അറിയാം. അപ്പം ആ സ്മരിക്കുന്ന ഭഗവാന്റെ സ്ഥിതി എന്താണ്? അദ്ദേഹത്തിന് അറിയാത്തതായി യാതൊന്നുമില്ല. അപ്പോൾ ഭഗവാൻ ഇവിടെ ഈ ഹനുമാന്റെ കയ്യിൽ ഇത് കൊടുത്തയച്ചിട്ടുള്ളത് വളരെ ഔചിത്യപൂർവമാണ്. ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്ന ഇതങ്ങോട്ട് കേട്ടതും ഇത്തം വിധിസുതൻ്റെ ഒന്ന നേരം, വിധിസുതൻ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ജാമ്പവാൻ പറഞ്ഞു കേട്ടപ്പോൾ അപ്പോഴാണ് ഹനുമാൻ ഒന്നങ്ങ് സടകുടഞ്ഞ് എഴുന്നേൽക്കുക എന്നൊക്കെ പറയല്ലേ. അങ്ങ് തൻ്റെ പരാക്രമത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചൊക്കെ ഒരു അവബോധമുള്ളവനെ പോലെ അങ്ങ് ഒരു ഉയർത്തെഴുന്നേപ്പോടെ നടത്തുകയാണ്. എന്താ കാരണം? ഹനുമാനൊരു ശാപം ഉണ്ടായിരുന്നു അത്ര. കുട്ടിക്കാലത്ത് മഹാവികൃതിയാണ്. ഈ സാമർഥ്യമുള്ള കുട്ടികൾക്കൊക്കെ ഒത്തിരി പോകൃതം കൂടുക അല്ലേ, വികൃതി കൂടുന്ന പറയാം. അപ്പോൾ ഇവിടെ തായാട്ട് കാട്ടുന്ന ശിശുക്കളെ താൻ താടിച്ച് ശിക്ഷിച്ച് വളർത്ത വേണമെന്നൊക്കെ പറയുന്നത് അതാണ്. ഭഗവാന്റെ കൃഷ്ണൻ്റെ ലീലകൾ നമുക്കറിയാം അല്ലേ. എന്തായിരുന്നു വികൃതി? ഗോപികമാർ അങ്ങോട്ട് വട്ടത്തിൽ ആയിരിക്കുന്നു അല്ലേ. അതേപോലെ തന്നെ ആ യാദവ സ്ത്രീകളൊക്കെയും എല്ലാ വീടുകളിലും കയറി പാല്, വെണ്ണ, തൈര് അതൊക്കെ മോഷ്ടിക്കും. കിണ്ണങ്ങളും കിണ്ടികളും ക്രമത്താൽ കൊണ്ടായിട്ട് കിണറ്റിലിടും. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ ഭഗവാന്റെ ലീലകൾ എന്തായിരുന്നു നമ്മൾ ഭാഗവതത്തിൽ നിന്നും കേട്ടിട്ടുണ്ട്, ദശമസ്കന്ധത്തിൽ നിന്നും. അപ്പോൾ ഇതേപോലെയാണ് ഹനുമാനും കുട്ടിക്കാലത്ത് ഭയങ്കര വികൃതിയായിരുന്നു. കാട്ടിൽ തപസ് ചെയ്തിരിക്കുന്ന മഹർഷിമാരൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അവരുടെ ഓരോരോ സാധനങ്ങൾ എടുക്കുക, വരിക്കുക. അവസാനം അവരൊരു ശാപം കൊടുത്തു. എന്താ? നിൻ്റെ ശക്തിയെക്കുറിച്ച് നീ അറിയാതെ പോകട്ടെ എന്ന്.
ഇതിനി വേറൊരാൾ ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമാണ് എന്ത് നിനക്കതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകുമെന്നൊരു ശാപം കിട്ടിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് ശ്രീ ഹനുമാന്. ഇപ്പതാ അല്ലേ അവസരോചിതം വന്നോ ജാമ്പുവാൻ അത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഓർമ്മിപ്പിച്ചു, നീ ആരാണ്? വെറും ഒരു വാനരനല്ല, ഈ കൂട്ടത്തിലൊന്നും നിൽക്കേണ്ട ആളൊന്നല്ല നീ. സാക്ഷാൽ മഹാദേവൻ്റെ അംശഭൂതനാണ്. മാത്രവുമല്ല സൂര്യബിംബത്തെ പോലും ചാടിപ്പിടിക്കാൻ പുറപ്പെട്ട ആളാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഈ 100 യോജന സമുദ്രം എന്ത്? അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഹനുമാന്റെ പരാക്രമത്തെയും മഹത്വത്തെക്കുറിച്ചും അങ്ങനെ ജാമ്പുവാൻ വാഴ്ത്തിയപ്പോൾ അദ്ദേഹത്തിനും ഒരാത്മബോധം വരുന്നു. അദ്ദേഹത്തിൻ്റെ ശാപങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നും മാറിപ്പോയി. ഒരാൾ ഓർമ്മിപ്പിച്ചാൽ ആ ശാപം ഇല്ലാതാകുമെന്ന ആ അനുഗ്രഹം ഇതാ ഇപ്പോൾ ഇവിടെ ലഭ്യമായി. അപ്പം അവിടെ സിംഹനാദം, അപ്പോൾ നന്നായി ഒന്നങ്ങോട്ട് ഒരു സിംഹനാദം മുഴക്കി അങ്ങനെ വാമനമൂർത്തിയെ പോലെ അങ്ങോട്ട് വളർന്നു. കീശപ്രവരൻ എന്നാ പറയാ അല്ലേ കുരങ്ങന്മാരെ കുറിച്ച്. ചെറിയ രൂപമാണ്. സീതാദേവി എന്നതാ ചോദിക്കുന്നുണ്ട് ഉദ്യാനത്തിൽ, അവിടെ അതിൻ്റെ മരത്തിന് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ചെറിയൊരു കുരങ്ങനാണ്. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ വന്ന് രാവണനെ നിഗ്രഹിച്ച് ഈ ലങ്ക ദഹിപ്പിച്ച് ഞങ്ങൾ ദേവിയെയും കൊണ്ട് പോകുന്നു ഹനുമാൻ പറഞ്ഞപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ ഇത്ര പോകുന്ന ശരീരക്കാര് എന്ത് ചെയ്യുന്ന ചോദിക്കണം സീതാദേവി. അതിനുവേണ്ടി ഹനുമാൻ അവിടെ എന്ത് ചെയ്യുന്നു? അങ്ങനെ മഹേന്ദ്രപർവ്വതത്തിനോളം വലിപ്പം വെച്ചു എന്നാ പറഞ്ഞു. അത്രയും ബാഹ്യരൂപിയായി വലിയ രൂപിയായി ഹനുമാൻ തൻ്റെ രൂപാണ്ട് വിശ്വരൂപാണ്ട് കാണിച്ചു കൊടുത്തു. എങ്ങനെയപ്പോൾ അത് ഹനുമാന് സാധിച്ചേ? ഹനുമാന് അഷ്ടൈശ്വര്യ സിദ്ധികളുണ്ട്. ഭഗവാൻ ഈശ്വരന്മാർക്കുള്ള സിദ്ധിയാണെന്ത്? അഷ്ടൈശ്വര്യ സിദ്ധികൾ. ഏതൊക്കെയാണത്? അണിമ, മഹിമ, ചൈവ, ലഹിമ, ഗരിമ. പിന്നെ ഈശിത്വം ച വസിത്വം ച പ്രാപ്തി പ്രാകാര്യമേവജ. അണിമ, ഗരിമ, ചൈവ. അണിമ അണുവിനെ പോലെ ചെറുതാവാൻ കഴിയും. മഹിമ പർവ്വതത്തോളം വലുതാവാൻ കഴിയും. പിന്നെയോ ലഘിമ, ഗരിമ. ലഘുവാവുക, കനം കുറഞ്ഞ രൂപത്തിലാവുക. ഗരിമ എന്ന് പറഞ്ഞാലോ സാന്ദ്രത കൂടിയ രൂപത്തിലാവുക. പിന്നെ ഈശ്വത്വം, ഈശ്വരൻ്റെ ശക്തികൾ അദൃശ്യമാവാൻ കഴിയും, അനുഗ്രഹം കൊടുക്കാൻ കഴിയും, നിഗ്രഹാനുഗ്രഹ ശക്തികളൊക്കെ ഉണ്ട്. വശിത്വം, വശീകരിക്കാൻ കഴിയാം. പ്രാപ്തി, പരകായ പ്രാപ്തി നടത്താൻ കഴിയാം. അങ്ങനെ ഉണ്ടായില്ലേ? മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രാപിക്കാൻ കഴിയാം, മാറാം. ഈ വശിത്വം ച പ്രാപ്തി പ്രാകാരം. ജലത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുക, ആകാശത്ത് കൂടെ നടക്കാൻ കഴിയാം. അതൊക്കെ സിദ്ധികൾ, അഷ്ടൈശ്വര്യ സിദ്ധിയുള്ളവർക്ക് ഇതൊക്കെ കഴിയും. ഇതാർക്കുണ്ട്? ഹനുമാനുണ്ട്. അപ്പോൾ ഹനുമാൻ ഇത്രയും നേരം ഒരു ചെറിയ വാനരനായിരുന്ന ആൾ അതാ പർവ്വതാകാരനായി അങ്ങോട്ട് വലുതായി. അല്ലായിലോ ഇനി പറയുകയാണെന്ത്? ഞാനിതാ ഇപ്പം തന്നെ ഇല്ല, ഇനിയൊരു മറുചിന്തയില്ല. ഉടനെ ഞാൻ ഈ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ. ഞാൻ ലങ്കയിലേക്ക് ചാടിക്കടക്കുക മാത്രമല്ല ചെയ്യുള്ളൂ, എന്ത് ചെയ്യും? സീതാദേവിയെ കാണും, ആ ലങ്കയിലുള്ളതൊക്കെ ചുട്ട് ഭസ്മമാക്കും. എന്നിട്ടോ ദേവിയെ, രാവണനെ കുലത്തോടും ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവാൻ ഇപ്പോഴേ. ഞാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദുഃഖം ഇപ്പം അവസാനിപ്പിക്കാം. ഞാനിതാ ദേവിയെയും കൊണ്ട് തിരിച്ചു വരാമെന്ന് പറയുന്നു. അല്ലായെങ്കിൽ ഇനിയിപ്പോൾ അതിന് ദേവി സമ്മതിക്കണമല്ലോ അല്ലേ? ദേവിയെ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞാൽ പോരല്ലോ, എന്ത് വേണം? ദേവിയുടെ സമ്മതം കിട്ടണം. ദേവി ഇപ്പം അതിന് അനുകൂലമല്ല പറഞ്ഞെങ്കിൽ കാരണം എന്താ വെച്ചാൽ ദേവിക്കറിയാം യോഗമായയാണല്ലോ ദേവി. രാവണ നിഗ്രഹത്തിനാണ് ഈ വക നാടകങ്ങളൊക്കെ ഭഗവാൻ മനുഷ്യരൂപത്തിൽ നടത്തുന്നത് അല്ലേ? ഈ മനുഷ്യാവതാരം എന്താണ്? ഒരു വിഡംബനമാണ്. എന്താണ് വിഡംബനം? അഭിനയം. കാരണം മാനവനായി അവതരിച്ച് ഈ കർത്തവ്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നു. എന്തിന്? അല്ലയോ മാലോകരെ, നിങ്ങൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് മുന്നിൽ ധർമ്മമനുഷ്ഠിച്ചുകൊണ്ട് ത്യാഗസന്നദ്ധരായി മുന്നോട്ട് പോകൂ. ധാർമ്മികമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എന്തു സാധിക്കും? ലക്ഷ്യത്തിലെത്താൻ കഴിയും എന്നുള്ളതാണ് ആര്? മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമി നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതാണ് രാമായണത്തിലൂടെ പ്രകീർത്തിക്കുന്നത്. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറഞ്ഞാൽ, ഇനി അഥവാ സീതാദേവി പോരാനുള്ള എന്തെങ്കിലും അപ്രതീക്ഷിത സാഹചര്യമുണ്ടായാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് പറയുന്ന കേൾക്കുക. രാവണനെ കുലത്തോടെ ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ. അല്ലായെങ്കിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ട് ഞാൻ എന്തു ചെയ്യും? ഇതാ ആ ലങ്കയെ വലത്തേ കയ്യിൽ തൂക്കി പിടിക്കും. എന്നിട്ട് ഇങ്ങോട്ട് ചാടുന്നാ പറഞ്ഞ. പിന്നെയോ വാമകരത്തിലെടുത്ത് കൂടെ ദശകണ്ഠനെ ബന്ധിച്ച് എൻ്റെ ഇടത്തെ കയ്യിൽ ഞാൻ തൂക്കി പിടിക്കും.
ബാക്കിയുള്ള അവശേഷിച്ച ലങ്ക ഉണ്ടല്ലോ, ആ ലങ്കയെ ഞാൻ വലത്തെ കയ്യിലും തൂക്കി ഞാൻ ഇപ്പം അങ്ങോട്ട് വരാമെന്നാ പറഞ്ഞ ഹനുമാനെ. അപ്പം അത് നമുക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാക്കും, വിചാരിച്ചാൽ സാധിക്കുമെന്ന് അല്ലേ. പക്ഷേ വിധിബലം അങ്ങനെയല്ല. വിധിയിൽ കുറെ ദുഷ്ടാനാം ഉപരോധം നൃപകുലധർമ്മം എന്നാണ്. എന്തിനാണ് ഈ അവതാരങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്? ഒരു ദുശക്തിയെ നിഗ്രഹിക്കാനല്ല, ആണോ? അപ്പോൾ മഹാഭാരത യുദ്ധത്തിലൂടെ എന്താ നടമാടിയത്? ദുര്യോധന വധം മാത്രമാണോ? അല്ല. എന്താണ്? അതിലൂടെ ദുഷ്ടന്മാരായ കുറേ രാജാക്കന്മാരെ വധിക്കുക എന്നുള്ള ലക്ഷ്യം അല്ലെ. പരശുരാമാവതാരത്തിലൂടെ സാധിച്ചത് എന്താ? 21 വട്ടം ഭൂപ്രദക്ഷിണം നടക്കി ക്ഷത്രിയ വംശത്തെ ഉന്മൂലനാശം ചെയ്യിക്കുക. അപ്പോൾ ഭഗവാന്റെ അവതാരത്തിൽ ഒരു ലക്ഷ്യമല്ല, പല നിയോഗങ്ങൾ അതിനുണ്ട്. അതുകൊണ്ട് രാവണനെ കൊണ്ട് കൊണ്ടുവന്നോണ്ടൊന്നും കാര്യമില്ല, അതിൻ്റെ കൂടെയായി പല കർത്തവ്യങ്ങളുണ്ട്. അപ്പം അതാ പറയുന്നത് എന്ത്? കൂടത്രയം എന്താണ്? സുബേല പർവ്വതം, അതായത് ത്രികൂട പർവ്വതത്തിൻ്റെ പേരാണെന്ത്? അതിനാണ് ഇവിടെ കൂടത്രയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ത്രികൂട പർവ്വതത്തിൻ്റെ മുകളിൽ സുബേല പർവ്വതം എന്ന് പറയുന്ന അതിൻ്റെ മുന്നിൽ സ്വർണ്ണലങ്കയാണ്, സുവർണലങ്കയാണ്. ആരുടെയായിരുന്നു അത്? ആ ധനാഢ്യനായിട്ടുള്ള കുബേരൻ്റെ ഇതായിരുന്നു അത്. പുഷ്പവിമാനമൊക്കെ രാവണൻ പോയി തട്ടിപ്പറിച്ചവിടെ വാങ്ങിയിട്ടതാണ്. അപ്പം അങ്ങനെയുള്ള ആ ത്രികൂട പർവ്വതത്തെ ഞാൻ പറിച്ചു കൊണ്ടുവരുന്നാ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ദേവിയെ കണ്ടു തിരികെ വരിക നീ. അപ്പം എന്താ ജാമ്പുവാൻ പറയുന്നത്? ഒക്കെ ശരി, പറഞ്ഞതൊക്കെ ശരിയാ, ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്ത്? അതൊക്കെ സാധിക്കും. പക്ഷേ വരട്ടെ, പറയാം, അതൊക്കെ എപ്പോൾ ചെയ്യണമെന്ന് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മാരുതി വാക്ക് കേട്ടോരു രാമാങ്കുലിയമൻ കയ്യിലുണ്ടല്ലോ. അതിന് പറയുകയാണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ സമയം വേണം. എൻ്റെ കയ്യിൽ എന്തുണ്ട്? എനിക്കിതൊക്കെ സാധിക്കുന്നു നല്ല ഉറപ്പാണ്. എന്തുകൊണ്ടാണ്? എൻ്റെ കഴിവല്ല, എൻ്റെ കയ്യിൽ എന്തുണ്ട്? രാമാങ്കുലീയം, രാമനാമം ആലേഖനം ചെയ്യപ്പെട്ട ശ്രീരാമചന്ദ്രസ്വാമിയുടെ മോതിരം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അതുണ്ടെങ്കിൽ എന്തിനാ പരിഭ്രമം? ഈ രാമനാമം ജപിച്ചും കൃഷ്ണനാമം ജപിച്ചിട്ടും എത്ര പേരുകളാണ് ഈ സംസാരത്തിൻ്റെ മറുകരയിലെത്തി മോക്ഷപ്രാപ്തി നേടിയിട്ടുള്ളത്? അത്രയും മഹത്തരമാണ് രാമനാമം. ആ രാമനാമം ആലേഖനം ചെയ്ത ശ്രീരാമചന്ദ്രസ്വാമിയുടെ മോതിരം കൊണ്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് 100 യോജന സമുദ്രം ചാടിക്കടക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഇവിടെ എന്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്? നാമത്തിൻ്റെ അല്ല, രാമനാമത്തിൻ്റെ. രാമ അതാ പറയുന്നത്. ഭഗവാൻ കൈലാസനാഥനായിട്ടുള്ള ശ്രീ മഹാദേവൻ പാർവതിയോട് പറയുന്നുണ്ട്. പാർവതി ദേവി ഒരിക്കൽ ചോദിച്ചു, എന്ത്? കേനോപായേന ലഘുന വിഷ്ണോർ നാമസഹസ്രം. പാർവതി ദേവിക്ക് അടുക്കളപ്പണിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എന്ത് പറ്റുന്നില്ല? ഈ വിഷ്ണു സഹസ്രനാമം ഇരുന്ന് എല്ലാം മുഴുവൻ പറ്റുന്നില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ദേവി ചോദിച്ചു, എന്ത്? ആ തിരക്കാൻ എളുപ്പത്തിൽ ഈ വിഷ്ണുനാമ സഹസ്രം ചൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള വല്ല നാമം ഉണ്ടോയെന്നാണ്. വേഗത്തിൽ ചൊല്ലി തീർക്കാൻ. അത് നമ്മുടെ സ്ത്രീകളിലൊക്കെ ഒരു ആവശ്യമാണ് അല്ലേ. ഇരുന്ന് ചൊല്ലുക, നാമം ചൊല്ലുമ്പോൾ ഇട്ട് നടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് മുഴുവൻ ചൊല്ലിക്കഴിയും. ഇപ്പം ലളിതയും വിഷ്ണു ചൊല്ലി കഴിയുമ്പോഴേക്കും എങ്ങനെയായാലും ഒരു 1/2 മണിക്കൂർ വേണം. ഒന്നിന് ഒരു 15 മിനിറ്റും വേണം, മറ്റൊരു 8 മിനിറ്റ് സ്പീഡുള്ളവർക്കാവാം. പക്ഷെ ഒരു 1/2 മണിക്കൂർ ഇരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ സ്ത്രീകൾക്ക് ഒഴിവുണ്ടാവില്ല അല്ലേ. അപ്പം നമ്മളായാലും ചോദിച്ചു പോകും. അപ്പോൾ പാർവതി ദേവി മഹാദേവനോട് ചോദിച്ചു, എന്ത്? കേനോപായേന ലഘുന വിഷ്ണുർ നാമസഹസ്രകം. എന്താണ് വിഷ്ണു നാമസഹസ്രം? പണ്ഡിതേർ നിത്യം അല്ലേ. അപ്പോൾ എങ്ങനെയാണത് വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമായി അത്രയും ഫലസിദ്ധിയുള്ള വല്ല നാമം ഉണ്ടോയെന്നാണ്. എന്താ മഹാദേവൻ പറഞ്ഞേ? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമവരാനനെ. ദേവി എന്ത് ചെയ്താൽ മതി? രാമ 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 എന്ന താരക ബ്രഹ്മ മന്ത്രം എന്നാ പറയാം. ആ ഭഗവാൻ മഹാദേവൻ കൈലാസത്തിൽ ഇരുന്നു കൊണ്ട് സദാ എന്താത്ര ജപിക്കുന്നത്? രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ. മഹാദേവൻ അവിടെ കൈലാസത്തിൽ ഇരുന്നു കൊണ്ട് രാമ 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 എന്ന് സദാ ജപിക്കുന്നു. മോക്ഷപ്രാപ്തിക്ക് ഇനി മറ്റൊരു മാർഗം വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത്രയും പവിത്രീഭൂതമാണ് ആ നാമജപം. അപ്പം അതുകൊണ്ട് ആ രാമനാമം എഴുതി അതിനെയൊക്കെ വിസ്തരിക്കുന്നില്ല. അപ്പോൾ കൂടുതലേക്ക് പോയാൽ നമുക്ക് ആ നാമത്തിൻ്റെ മഹത്വം ഭാഗവതത്തിലൊക്കെ ധാരാളമായി പറയുന്നു. അപ്പം ആ രാമനാമം എഴുതിയിട്ടുള്ള അങ്കുലീയം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ആ രാമനാമം ജപിച്ചിട്ടാണ് അപ്പം നമുക്ക് ഈ രാമായണം കിട്ടിയല്ലേ. ആരാ ജപിച്ച്? വാൽമീകിയരായിരുന്നു. രത്നാകരൻ എന്നു പേരായ ഒരു കാട്ടാളനായിരുന്നു. തട്ടിപ്പറിച്ച് നടക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പണിയും. അങ്ങനെ സപ്തർഷികളുടെ കയ്യിലുള്ളത് സ്വന്തമാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി അവർ ഇദ്ദേഹത്തിന് തത്വോപദേശം ചെയ്യുന്നു. അവർ തിരിച്ചു വരുന്നവരെ
അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, തട്ടിപ്പറിക്കാൻ ചെന്നപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ പാവൊക്കെ നീ അനുഭവിച്ച് തീർക്കണ്ട, അല്ല ഇതെൻ്റെ ഭാര്യയും കുട്ടികൾക്കും വേണ്ടിയാണ് ഞാൻ കൊണ്ടുപോകണമെന്ന് പറയാം. അതൊന്നും അവരെടുക്കില്ല, അവരോട് പോയി ചോദിച്ചു വരാൻ പറയുന്നു. നിങ്ങൾ ഞാൻ ചെയ്യുന്ന പാപം അനുഭവിക്കില്ലേ എന്ന് രത്നാകരൻ ചോദിക്കുന്നു. അപ്പം എന്താ മറുപടി പറഞ്ഞേ? ഞങ്ങളൊന്നും അനുഭവിക്കില്ല, ആരും ഉണ്ടാവില്ല അല്ലേ. നമ്മൾ ചെയ്തതിൻ്റെ പാപഫലം നമ്മൾ മാത്രം, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ പാപഫലം നമ്മൾ മാത്രം. കുടുംബത്തെ പോറ്റേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ അതുകൊണ്ട് എന്തായി, അദ്ദേഹത്തിന് കുറച്ചൊരു മാനസാന്തരമൊക്കെ കൊണ്ട് വന്നു. അപ്പോൾ ഋഷികൾ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഇതിന്നൊരു മാനസാന്തരം പരിവർത്തനം വേണമെങ്കിൽ എന്ന് പറയുമ്പോൾ ആ ഋഷികൾ എന്താ ഉപദേശിച്ചു കൊടുത്ത്? രാമനാമം ജപിക്കൂ, അത്രയും പുണ്യപ്രദമാണ്, അത്രയും ഈശ്വര സാക്ഷാത്കാരകമായിട്ടുള്ള മന്ത്രമാണ് രാമ എന്നുള്ളത്. ആ രാമ ജപിക്കുക. അപ്പം എന്താ കാട്ടാളം പറഞ്ഞേ? അയ്യോ, രാമ എന്ന് ജപിക്കാനുള്ള ഉച്ചാരണ ശുദ്ധിയും ഹൃദയശുദ്ധിയും എനിക്ക് എത്തിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്ത്? കാലം കൊണ്ട് വരും. എന്നാൽ ഞങ്ങൾ ഒരു ഉപാധി പറഞ്ഞുതരാം, മരാ ജപിച്ചോളൂ. അത് കാലം കൊണ്ട് എന്താവും? രാമാവും. ഒരു ഗുരുനാഥനും ഒരു ശിഷ്യനും ഉണ്ട്. ആ ഗുരുനാഥൻ്റെ പ്രഭാഷണം, ഒരു ആശ്രമത്തിലെ ഗുരുനാഥൻ്റെ ശിഷ്യൻ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്നും കേൾക്കും. കുറേ കാലം കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ചോദിച്ചു എന്താ ഗുരുനാഥനോട്, ഞാൻ അങ്ങയുടെ എല്ലാ പ്രഭാഷണവും കേൾക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല, എനിക്ക് മാറാൻ കഴിയുന്നില്ല, എന്താ കാരണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ ഉത്തരമല്ല പറഞ്ഞു, എന്താ ചെയ്തറിയോ? ഒരു മുള കൊണ്ടുള്ള ഒരു കൂട അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. ഇതിൽ എല്ലാ ദിവസവും ഓരോ കൂട വെള്ളം കൊണ്ടുവരാം. അദ്ദേഹം പോവും, കുളത്തിൽ പോയി വരുമ്പോൾ ഒരു കൂട വെള്ളം മുക്കും, ഇവിടെ കൊടുന്നേക്കും. നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ല, ഇവിടെ കൊടുന്നേക്കും. പിറ്റേ ദിവസം ഗുരുനാഥൻ പറഞ്ഞല്ലേ, ഇവിടെ കൊടുന്നേക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ അവസാനമായപ്പോൾ കുറച്ച് അവശേഷിപ്പായി, പിന്നെ കുറച്ച് കൂടുതൽ അവശേഷിപ്പായി, മുഴുവൻ പോവാത്തൊരവസ്ഥയായി. എന്നിട്ട് ഗുരുനാഥൻ്റെ അടുത്ത് വീണ്ടും വന്നു. അപ്പോൾ എന്താ അനുഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആദ്യമൊന്നും ആ കൂടയിൽ ഒരു തുള്ളി വെള്ളം പോലും പിടിച്ചില്ല. ഇപ്പോൾ കുറേശ്ശെ അതിൽ വേറെ വല്ല മാറ്റങ്ങളും ഉണ്ടായോ എന്ന് ചോദിക്കുക. അപ്പോൾ എന്താ, കൂടെ മുമ്പുള്ളതിനേക്കാൾ വൃത്തിയായിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ പോയിരിക്കുന്നു. എന്നിട്ട് ഉള്ള വെള്ളം എന്താണിപ്പോൾ? ശുദ്ധമാണ്. ഇതാണ് ജീവിതം. നമ്മുടെ പെരുമാറ്റം കൊണ്ടും നമ്മുടെ ഏകാഗ്രത കൊണ്ടും ദൈവചിന്ത കൊണ്ടും നമുക്ക് ക്രമേണ എന്തുണ്ടാവും? അതിൽ പ്രയാസവും നിഷ്ഫലത്വമൊക്കെ ആദ്യം വരും. എന്നിരുന്നാലും അതൊരു സ്ഥിരമായ തപസ്സാക്കി മാറ്റിയാൽ നമ്മുടെ ഉള്ള ആദ്യം ശുദ്ധീകരിക്കപ്പെടും, പിന്നീട് അതിൽ സംഭരിക്കപ്പെടും. അങ്ങനെ ഈശ്വരചിന്ത ഭക്തി നമ്മുടെ മനസ്സിൽ അടിയുറയ്ക്കുന്നതിന് കുറേ ത്യാഗം വഹിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ ഇതൊക്കെ എന്തുകൊണ്ട് സാധിക്കും? അങ്ങനെ ആ രത്നാകരൻ്റെ മനസ്സ് ശുദ്ധമായി തുടങ്ങിയോടുകൂടി അദ്ദേഹത്തിന് മരാ ജപിക്കാൻ സാധിച്ചു. അങ്ങനെ ജപിച്ച് അദ്ദേഹം 1000 വർഷം എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അന്നൊക്കെ വർഷങ്ങൾ അനവധിയാണ്. മനുഷ്യായുസ് ഇപ്പോഴേ 120 ആയുള്ളൂ. കൃതയുഗത്തിലൊക്കെ 4000 വർഷമുണ്ട്, ത്രേതായുഗത്തിൽ 3000 ഉണ്ട്, പിന്നെ 2000 ഉണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഗണനയൊന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല. അനവധി വർഷം അദ്ദേഹം അങ്ങനെ തപസ് ചെയ്തു. അദ്ദേഹം ഋഷിമാർ തിരിച്ചു വന്നപ്പോൾ നമ്മളിവിടെ ഒരു ആളെവിടെ എത്തിപ്പോയതല്ലേ നോക്കുമ്പോൾ അവിടെ വൽമീകത്താൽ പുറ്റിനാൽ മൂടപ്പെട്ടിരിക്കുന്നു. ആ പുറ്റിനെ അവരുടെ കമണ്ടിൽ വില ജലം തളിച്ചത് നോക്കിയപ്പോൾ അതിൽ നിന്ന് ദിവ്യ പുരുഷൻ ആവിർഭവിക്കുന്നു. അതാണ് ആര്? കാലം കൊണ്ടങ്ങ് വാത്മീകി എന്ന നാമത്തിൽ അറിയപ്പെടും. ആ വാത്മീകിക്ക് ഈ രാമനാമമാണ് എന്തിനു സാധിച്ചത്? അദ്ദേഹത്തെ മോക്ഷപ്രാപ്തിയിലേക്ക്. അദ്ദേഹം പിന്നീട് ബ്രഹ്മജ്ഞാനമായി. അദ്ദേഹം ആശ്രമത്തിൽ സന്ധ്യാവന്ദനം കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് പോകുമ്പോഴാണ് ബ്രഹ്മാവ് എവിടെ വരുന്നത്? ഹംസാരൂഢനായി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വന്നു. എന്താ പറഞ്ഞത്? അദ്ദേഹം വരുമ്പോൾ ഒരു കാഴ്ച ഉണ്ടായി. എന്താണത്? കൗഞ്ചദ്വന്ദ്വിയോഗാർത്ഥം ശ്ലോകത്വമാകത. 2 ഇണപ്പക്ഷികളിൽ ഒന്നിനെ വേടൻ എഴുതി വീഴ്ത്തി, അത് പെടഞ്ഞു വീണ ഉണ്ടായ നോവ് അദ്ദേഹത്തിന് മനസ്സിൽ നിന്നും ഒരു ശ്ലോകമായി ആവിർഭവിച്ചു. മാനിഷാദ പ്രതിഷ്ഠാത്മകമശാശ്വതീസമ യക്രൗഞ്ചമിഥനാദേഹമവധീ കാമമോഹിതം എന്ന് പറയുന്ന രാമായണത്തിൻ്റെ. അപ്പോൾ ബ്രഹ്മാവ് പറയുന്നു, അങ്ങ് അപ്പോൾ വരുമ്പോൾ ഒരു ശ്ലോകം അങ്ങ് ആ കാട്ടാളിനെ ശപിക്കാനായിട്ട് അങ്ങക്ക് ഈ ലോകത്ത് ശാശ്വത പ്രതിഷ്ഠ ലഭിക്കാതെ പോകട്ടെ എന്ന് ശപിച്ചില്ലേ കാട്ടാളിനെ? അതിൽ രാമായണത്തിൻ്റെ ബീജമുണ്ട്. അതേ ഛന്ദസ്സിൽ അങ്ങ് രാമായണം രചിച്ചോളൂ എന്ന് വാൽമീകിക്ക് ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ നാരദൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരം വാൽമീകി എഴുതിയ കൃതിയാണേത്
ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം ഇനി ശ്രീരാമായണമായി പരിണമിച്ചത് അത്രയും ശ്രേഷ്ഠകരമാണ്. ഈ കർക്കിടക മാസത്തിലെങ്കിൽ നമുക്ക് അനുസ്മരിക്കാൻ കഴിയുന്നത് തന്നെ നമുക്കെന്താണ്, നമ്മുടെ ഒരു പുണ്യം എന്ന് കരുതുക. ദിവസേന പാരായണം ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെ ദേവിയെ കണ്ട് തിരികെ വരിക നീ രാവണനോ. അപ്പം എന്താ ജാമ്പവൻ പറയുന്നത്, എൻ്റെ ഉശിരും വീര്യമൊക്കെ കാണുമ്പോൾ ഇപ്പം പോയിട്ട് ആ സുബേല പർവ്വതത്തെ കൊണ്ടുവരും അല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഇത്രയൊന്നും തിടുക്കം കാണിക്കണ്ട, എന്ത് ചെയ്തോളൂ, നിഗ്രഹിച്ച് രാവണനോട് എതിർത്തിടുവാൻ പിന്നെയാം. ഇപ്പം എന്ത് ചെയ്താൽ മതി, ദേവിയെ കണ്ടിട്ട് ഇങ്ങോട്ട് വരിക. അവിടെ സീതാദേവി ഉണ്ട് പറഞ്ഞില്ല, സീതയെ കണ്ടിട്ട് വന്നാൽ മതി. രാവണനെ കൊല്ലാൻ കുറച്ചും കൂടിയൊക്കെ സമയമുണ്ട്, അത് ശ്രീരാമചന്ദ്രസ്വാമി നോയിക്കോളും, അതുകൊണ്ട് തിടുക്കൊന്നും കാട്ടണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്ക നീ. ആകാശത്തിലൂടെ നീ അങ്ങ് പറന്നു പോകുമ്പോൾ നിന്നെല്ലാവരും അനുഗ്രഹിക്കും. ആ അനുഗ്രഹമാണ് സുന്ദരകാന്ഡത്തിൻ്റെ ആരംഭം അല്ലേ. അപ്പം അങ്ങനെ പോകുമ്പോൾ അതാ എന്ത്, നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും. ആരാണ് എൻ്റെ സ്വന്തം സഹചാരി? നിന്റെ പിതാവുണ്ട് നിൻ്റെ കൂടെ അല്ലേ, വായുദേവനുണ്ടല്ലോ. ആ വായുദേവൻ നിനക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമുണ്ടാക്കും, സാഹചര്യമുണ്ടാക്കും. ഒരു ഭയപ്പാടും ഇല്ലാതെ കണ്ട് നീ പുറപ്പെട്ടോളൂ എന്ന് പറയാണ്. അങ്ങനെ മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. അപ്പോൾ പിതാവിൻ്റെ സഹായമുണ്ട്. പോകുന്നത് എന്തിനു വേണ്ടിയാ? ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാര്യത്തിന് വേണ്ടിയാണ്. ഒരിക്കലും അതിന് വിളംബമുണ്ടാവുകയില്ല. ആ രാമനാമത്തിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ, ശ്രീരാമചന്ദ്രസ്വാമിയുടെ മഹത്വം പറയുകയാണെങ്കിൽ പറഞ്ഞവസാനിക്കില്ല അല്ലേ. സേതുബന്ധനം നടത്തി അല്ലേ. ആ ധനുഷ്കോടിയിൽ ഇപ്പം ഒന്നും പോയാൽ നമുക്ക് കാണാൻ കഴിയും എന്ത്, ആ സേതുബന്ധനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ശിലകൾ ഇന്നിപ്പോൾ അവിടെ ഉണ്ട്. അത് വെള്ളത്തിലിട്ടാൽ താണു പോകില്ല അല്ലേ. അത്രയൊരു കൗതുകകരമായിട്ടുള്ള ഒന്നാണ്. അപ്പം അങ്ങനെ സേതുബന്ധനമൊക്കെ അങ്ങനെയുള്ള മഹത്വാതിശയത്തോളം നമ്മൾ കാണണം. അപ്പോൾ ഈ സേതു ബന്ധിച്ച് 100 യോജന സമുദ്രത്തിലൂടെ ലംഘിച്ച് അക്കരെയെത്തി. അങ്ങനെ രാവണ നിഗ്രഹമൊക്കെ കഴിഞ്ഞു. എല്ലാ വിഭീഷണനെ രാജാവായി ലങ്കയിൽ വാഴിച്ചു. തിരിച്ചു വരും, ഇങ്ങോട്ട് പോരാ. അപ്പോൾ പുഷ്പവിമാനത്തിലാണല്ലോ മറ്റവരൊക്കെ പോരുന്നത്. പക്ഷെ കുറച്ച് വാനരന്മാരുണ്ട്, അവർക്ക് ഇങ്ങോട്ട് കിടക്കണം. അപ്പോൾ ഇങ്ങോട്ട് കിടക്കുമ്പോൾ എന്താ അത്ര സ്ഥിതി, ഈ സേതു ബന്ധിച്ചിടത്ത് ചിലയിടത്തൊക്കെ ഇങ്ങനെ എന്താക്കുക, വെള്ളത്തിൻ്റെ തള്ളിച്ച കൊണ്ടൊക്കെ അങ്ങനെ തകർന്നു പോയിരിക്കുന്നു, ചെറിയ തകർച്ചകൾ. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് കടക്കാനൊരു വിഷമം. കാരണം അത് ഇങ്ങോട്ട് ഈ സമുദ്രമല്ലേ. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി എന്ത് ചെയ്തു, അവരൊക്കെ കയ്യിൽ ഓരോ പൊതി കൊടുത്തു പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ അക്കരെ എത്തിയിട്ട് തുറന്നു നോക്കിയാൽ മതി എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ ഉഷാറായി. അങ്ങനെ ആ ഇത്തിരി കല്ലുള്ളടത്ത് കൂടെ അത് കൂടെ പോരും, അല്ലാത്തടത്തോടെ ചെറുതായിട്ട് നീന്തി കിടക്കും. അങ്ങനെയൊക്കെ ഇവർ ഈ 100 യോജന സമുദ്രം തിരിച്ചിങ്ങോട്ട് കിടന്നു. അതിൻ്റെ ഇടയിൽ ഒരുത്തനൊരു മോഹം, എന്താ തന്ന പൊതി ഇത്ര വലിയ കേമത്തിലൊന്നും കാണണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് തുറന്നു നോക്കിയപ്പോൾ എന്താ, ഒരു അരയാലിലയിൽ രാമ എന്നുള്ള 2 അക്ഷരമാണ് എഴുതിയിരിക്കുന്നത്, മന്ത്രമാണത്. അതങ്ങോട്ട് നോക്കിയതും ഇദ്ദേഹം വെള്ളത്തിൽ കിടന്നിട്ടാണ് മുങ്ങൽ തുടങ്ങി. കരകെട്ടാതെ ഈ വെള്ളം കുടിക്കലായി. രാമ രാമ എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ പിന്നെ എന്തായി, ഭഗവാൻ രക്ഷിച്ചു എന്നാണ് പറഞ്ഞു. അത് നമ്മുടെ ദിവിതൻ്റെ കഥ ഉണ്ട് അല്ലേ. ഈ ശ്രീരാമാവതാരത്തിൻ്റെ അവസാനത്തിൽ എല്ലാവരും സരയൂ നദിയിൽ മുങ്ങുകയാണ്. ലക്ഷ്മണനെ നേരത്തെ ഉപേക്ഷിച്ചു, സീത ഭൂമി ദേവി കൊണ്ടുപോയി. അവസാനം ശ്രീരാമചന്ദ്രസ്വാമി സ്വർഗാരോഹണത്തിനെ നിശ്ചയിക്കുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോഴെങ്ങനെയാണ്, അതിനൊരു വഴി എല്ലാവരെയും കൂടെ കൊണ്ടുപോകാം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ കൂടെ നിങ്ങൾ എൻ്റെ ഒപ്പം സരയൂ നദിയിലാണ്ട് മുങ്ങിക്കോളിന്നാ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് കേട്ട് എല്ലാവരും, കാരണം എന്താ വെച്ചാൽ ഭഗവാനിലേക്ക് ആ മനസ്സ് പൂർണ്ണമായും അങ്ങോട്ട് വിനിവേശിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ഭക്തന് തിരിഞ്ഞു നോട്ടില്ല, തിരിഞ്ഞു നോക്കുന്നവർക്കൊക്കെ അബദ്ധമാണ് അല്ലേ. അപ്പോൾ അതാ നേരത്തെ പറഞ്ഞത്, എന്ത് സുഖലോലുപത്വത്തിൻ്റെ പുറകെ പോകുന്ന മനസ്സിന് ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കാതെ പോകുന്നു. എന്തുകൊണ്ടാണ്? മലീമസമായ കുറേ ചിന്തകൾ സദാ ആ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വേണ്ടാത്ത ചിന്തകളിലൂടെ പോകുന്നു. ഇവിടെ ഈ ദ്വിവിധൻ എന്ത് ചെയ്തു, സരയൂ നദിയിൽ എല്ലാവരും മുങ്ങിയപ്പോൾ ദ്വിവിധനൊരു മോഹം, എന്ത് ആ മുങ്ങാതെ ഒന്ന് എന്താ ഇപ്പം എല്ലാവരും മുങ്ങിയില്ലെങ്കിൽ ഞാൻ ഒരാൾ മുങ്ങിയില്ലെങ്കിൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ മൂപ്പര് മുങ്ങിയില്ല. മുങ്ങിയവരൊക്കെ എന്ത് ചെയ്തു, അങ്ങ് പോയി സ്വർഗത്തിലേക്ക്, ആരും ഇങ്ങോട്ട് കാണാനില്ല. ദ്വിവിധം നോക്കുമ്പോൾ ആരും കാണാനില്ല. അപ്പോൾ ദ്വിവിധന് ഭയമായി, താൻ മാത്രം ബാക്കിയായോ എന്നായി. പോയിട്ട് വെള്ളത്തിൽ ചാടി നോക്കി പോണുമില്ല. എങ്ങനെ മുങ്ങിയിട്ടും ആരും പോയില്ല, ദ്വിവിധം പോയില്ല. ബാക്കിയുള്ളവരൊക്കെ സ്വർഗപ്രാപ്തി നേടി. ആ ദ്വിവിധൻ കൃഷ്ണാവതാര കാലത്ത് വലിയ ഉപദ്രവകാരിയായിട്ട് നമുക്ക് കാണാം. ബലരാമൻ്റെ കലപ്പ കൊണ്ടാണ് ആരെ കൊല്ലുന്നത്, ദ്വിവിധനെ വധിക്കുന്നത്. കാരണം ഗോപസ്ത്രീകളുടെ മേൽ വെള്ളം തട്ടിത്തെറിപ്പിച്ചിട്ടും അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഭഗവാൻ കാണിച്ചു തരുന്ന വഴിയെ
ധർമ്മത്തിൽ ഉറച്ചുകൊണ്ട് സത്യധർമാദികളിൽ വെടിയാതെ മുന്നോട്ട് പോയാൽ ജീവിത വിജയമുണ്ട്. യഥോ ധർമ്മസ്തോ ജയ, അല്ലേ? അതൊക്കെ നമ്മൾ കുറേ തത്വങ്ങൾ ഇതിലൂടെയൊക്കെ പഠിക്കുന്നു. അതേപോലെ അപ്പോൾ അതാണ് ആ ദ്വിവിധൻ്റെ. പിന്നെ ഹനുമാന്റെ മഹത്വം പറയുമ്പോഴും പറയാറുണ്ട്, അല്ലേ? അർജുനനുമായിട്ട് ഹനുമാൻ ഒരു സന്ധിക്കലുണ്ട്. രാമേശ്വരത്ത് ഒരിക്കൽ ഒരു ഹനുമാൻ ഒരു മരത്തിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ചിരഞ്ജീവിയാണല്ലോ. അവിടെ അർജുനൻ എത്തി ഇത്രയ്ക്കാൻ. അപ്പം അർജുനൻ ഈ സേതുബന്ധനം അങ്ങനെ കാണുക. അപ്പം നോക്കുമ്പോൾ എന്താ, കല്ലൊക്കെ കുറേ തകർന്നു പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കല്ല് വെച്ച് കെട്ടുകൊണ്ടല്ലേ ഇപ്പം എന്തുണ്ടായത്, ഈ ചിറ തകർന്നു പോയത്. അപ്പം തന്നെ പോലൊരു വില്ലാളി വീരൻ അന്നില്ലാത്തത് കൊണ്ടല്ലേ ഈ എന്തുകൊണ്ട് കെട്ടേണ്ടി വന്ന്. അർജുനൻ ആരാണ്? നരനാരായണന്മാരുടെ അവതാരമാണ്, അറിയാം അല്ലേ? നരൻ എന്ന് പറഞ്ഞാൽ എന്താ ദോഷം? നരൻ എന്തുണ്ട്? കൂടപ്രിയവയാണ് അഹങ്കാരം, അല്ലെ? ഞാനെന്ന തോന്നും. ഭഗവാൻ നാരായണൻ എന്തില്ല? അഹംബോധമില്ല. അതാണ് പറഞ്ഞത്, ഓങ്കാരമായ ഒരു മൂന്നായി പിരിഞ്ഞു. ആങ്കാരമായത്, ആ ഓങ്കാരം പിരിഞ്ഞ് അതിൽ നിന്നുണ്ടായതാണെന്ത്? മഹത്തത്വം. ആ മഹത്തത്വത്തിൽ നിന്നും അഹങ്കാരതത്വം ഉണ്ടായി. ഈ അഹങ്കാരതത്വത്തിൽ നിന്ന് ത്രിഗുണങ്ങളുണ്ടായി. ത്രിഗുണത്തിന് ത്രിമൂർത്തികളുണ്ടായി. ഈ ത്രിമൂർത്തികളിലൂടെ അങ്ങനെ പ്രപഞ്ചം മൊത്തം ഉണ്ടായി. അപ്പോൾ ഈ അഹം എന്ന ചിന്ത ഉണ്ടായത് എപ്പോഴാണ്? ബ്രഹ്മത്തിന് എന്ത് ചിന്തയില്ല? അഹമെന്നില്ല. ദേവിക്കുമില്ല, അഹമില്ല, അല്ലേ? അവരൊക്കെ എന്താണ്? അവർ ഷഡ്ഭാവങ്ങളില്ല, ഒരു സ്വാധീനവും ഇല്ലാത്തവരാണ്. ജനിക്കുക, മാറുക, വളരുക, അതേപോലെ തന്നെ നിലനിൽക്കുക, ക്ഷയിക്കുക, നശിക്കുക. ഇത് ഷഡ്ഭാവങ്ങളാണ്. ഈ ഷഡ്ഭാവങ്ങൾ ആർക്കേ ഉള്ളൂ? ജീവജാലങ്ങൾക്കേ ഉള്ളൂ, ചരാചരങ്ങൾക്കേ ഉള്ളൂ. നമുക്കിതൊക്കെ ഉണ്ട്, അല്ലേ? ഈശ്വരൻ അതുണ്ടോ? ഇല്ല. ഭഗവാൻ ഇതൊക്കെ വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യരൂപം ധരിച്ചു, അല്ലേ? കൃഷ്ണനായിട്ട് മനുഷ്യരൂപം ധരിച്ചു. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ലോകരെ ബോധ്യപ്പെടുത്താൻ. അവർക്കൊന്നും അസാധ്യമായി ഒന്നുമില്ല. അപ്പം ഇങ്ങനെ ഇതാ. അപ്പം ഈ അതാണ് നരനാരായണന്മാരെന്ന് പറയുന്ന ഋഷികളാണല്ലോ. ഭൂമിയിൽ ആരായി ജനിച്ചത്? കൃഷ്ണാർജുനന്മാരായി പിന്നെ ജനിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് നരനാരായണന്മാരുണ്ടായത്. സഹസ്രകവചം എന്ന് പറയുന്ന ഒരു അസുരൻ, ഇവനെ കൊണ്ടുള്ള ഉപദ്രവം 1000 കവചാണ് അദ്ദേഹത്തിന് ശരീരത്തിൽ പടച്ചട്ട. അദ്ദേഹം വാങ്ങിയിരിക്കുന്ന വരം എന്താണ്? ഈ സഹസ്ര കവചൻ്റെ ഒരു ശരീരത്തിൽ ഒരു കവചം മാറ്റണമെങ്കിൽ 1000 കൊല്ലം യുദ്ധം ചെയ്യും വേണം, 1000 കൊല്ലം തപസ്സിയും വേണം. അങ്ങനത്തെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരീരത്തിൽ നിന്ന് ഒരു കവചം പടച്ചട്ട മാറ്റാൻ പറ്റും? ആരെ കൊണ്ടും സാധിക്കാതെയായി. അവസാനം ഈ സഹസ്ര കവചനെ കൊണ്ടുള്ള ഉപദ്രവം താങ്ങാൻ വയ്യാതെയായി, സഹിക്കാൻ വയ്യാതെയായി. അപ്പോൾ ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? തൻ്റെ ശക്തിയെ രണ്ടാക്കി. ഒന്ന് നരനായും നാരായണനായും. അപ്പം നമ്മൾ ആ മാർക്കണ്ഡേയ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണും, ഇല്ലേ? നാരായണന്മാർ വന്നിട്ട് മാർക്കണ്ഡേയ തപസ്സിനെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ തപസ് മുടക്കാൻ വേണ്ടി ദേവേന്ദ്രന്മാർ സ്വർലോക സുന്ദരിമാരെ കൊണ്ട് വിട്ടു. അപ്പോൾ നാരായണ മഹർഷി എന്താ ചെയ്തത്? തൻ്റെ തുടയിലൊന്ന് അടിച്ചതേ ഉള്ളൂ. അവിടെ നിന്ന് അതൊരു സുന്ദരി വന്നു. ആരാ? നാരായണോ ഒരു സംബോധ ഉർവശി. നാരായണൻ്റെ ഈ തുടയിൽ നിന്നും ആവിർഭവിച്ചവളാണ് ഉർവശി. അപ്പോൾ നാരായണ ഋഷി ഒരു സുന്ദരി അങ്ങോട്ടാണ് കൊടുത്തത് ദേവലോകത്തേക്ക്. അതാണ് ഉർവശി. ഉർവശിയോളം സുന്ദരി വേറെ ആരും ഇല്ല എന്നാണ് പറയാം. മേനക, രംഭ, തിലോത്തമയൊക്കെ എന്താണ്? അതീവ സുന്ദരികൾ. ഈ ലോകത്തുള്ള എല്ലാ സൗന്ദര്യങ്ങളുടെയും തിലം, അതായത് എള്ളിൻ്റെ അംശം എടുത്ത് ഉണ്ടാക്കിയവളാത്ര തിലോത്തമ. അപ്പം എന്ന് പറഞ്ഞാൽ അത്രയും സൗന്ദര്യ സ്വർലോക അപ്സരസുകളാണ്. അപ്പോൾ ഇതാണ് നരനാരായണന്മാരുടെ കാര്യം പറഞ്ഞാൽ. നാരായണൻ ഭഗവാനാണ്, നരന് മനുഷ്യ സ്വഭാവമാണ്. അപ്പോൾ ആ നരനാരായണന്മാർ പറഞ്ഞു. അപ്പം അങ്ങനെ ആ നരനാരായണന്മാരുടെ ഇതാണ്. അപ്പോൾ അർജുനൻ നരനാണെന്ന് പറയും. നമുക്ക് കഥ അവിടെ നിർത്തുക, അല്ലേ? കഥ അധികം വേണ്ട, അപ്പോൾ അവിടെ നിർത്തുക. നരൻ എന്ത് ചെയ്തു? നരൻ ഇവിടെ അർജുനനായി. അർജുനന് അഹംബുദ്ധിയുണ്ട്. അർജുനൻ ചാടാത്ത അബദ്ധങ്ങളില്ല, ഉണ്ടോ? ആ 10 ബ്രാഹ്മണകുമാരന്മാരെ രക്ഷിക്കാമെന്ന് ഏറ്റു. എന്നിട്ടോ അവസാനം അഗ്നി പ്രവേശിക്കേണ്ട ഗതി വന്നു. ഭഗവാൻ പിന്നിൽ നിന്ന് കൈസ്പർശം ഏറ്റു, അല്ലേ? എന്താ അർജുന നീ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് കാര്യം. അതേപോലെ ഇവിടെ വന്നിട്ട് ഈ ചിറ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു അത്രേ, അല്ല ഈ ചിറ അന്ന് ഒരു വില്ലാളി വീരൻ ഇല്ലാത്തതുകൊണ്ടല്ലേന്ന്. മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് കുരങ്ങാൻ ഇറങ്ങി വന്നിട്ട് വന്ന് ഇതിലും വലിയ വില്ലാളി വീരന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇതുകൊണ്ടാണ് ഇത് സേതു ബന്ധിച്ച്. എങ്കിൽ എന്താ അതൊന്ന് കാണിക്കുക. എന്നൊന്ന് വേറെ ചിറ കെട്ടാൻ പറഞ്ഞു അർജുനനോട്. അത്ര ബലം ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അർജുനൻ അങ്ങനെ അമ്പുമില്ല, അമ്പൊഴുങ്ങാത്ത അവനായുടെ ഉടമയനാര്? അർജുനൻ. ലോകൈക ധനുർധനാണല്ലോ. അദ്ദേഹം അങ്ങനെ അമ്പ ചെയ്തിട്ട് അങ്ങനെ ഇത് കെട്ടി തുടങ്ങി. അപ്പോൾ അവർ പന്തയം വെച്ചിരിക്കുന്നത് എന്താ? പാലം പണിത് ഞാൻ അതിൻ്റെ മുകളിൽ കയറി അത് തകർക്കാം.
അപ്പോൾ തകർത്തു വെച്ചാൽ അങ്ങ് എൻ്റെ ദാസൻ, അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ ദാസൻ. അങ്ങനെ പറഞ്ഞു. പാലം കെട്ടി. എന്തുകൊണ്ട്? അമ്പ് കൊണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ ഹനുമാൻ കയറി ഒന്നാട് കുലുങ്ങിയുള്ളൂ, അത് വെള്ളത്തോടെ പോയി. അപ്പോഴും അർജുനന് മനസ്സ് ആ കിരാതാർജുനീയത്തിലുണ്ട് അല്ലേ, ശിവൻ്റെ മുമ്പിൽ അർജുനൻ്റെ അഹങ്കാരം. അപ്പം അതേപോലെ ഇതാ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? മനുഷ്യനായാൽ അഹം എന്ന ഭാവം ഉണ്ടാവും. ആ അഹങ്കാരത്തെ ഇല്ലാതാക്കണം. ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണം. അപ്പം പിന്നെ വീണ്ടും ഒന്നും കൂടി സ്ട്രോങ് ആക്കി കെട്ടി, അതും പൊളിഞ്ഞു. അപ്പോൾ പറഞ്ഞു മൂന്നാമത് കെട്ടിയപ്പോഴും നിൽക്കണില്ല എന്ന് കണ്ടപ്പോൾ ഹനുമാൻ്റെ മുമ്പിൽ അർജുനൻ വിനയാനിതനായി പറഞ്ഞു, ഞാൻ അങ്ങയുടെ ദാസനാണ്. അപ്പോൾ അഗ്നി പ്രവേശിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് തുടങ്ങിയപ്പോൾ ഇതാ വരുന്നു പിന്നിലൊരാൾ, അദ്ദേഹത്തെ ഏതാപത്തുനിന്ന് സഹായിക്കുന്ന ആളല്ലേ, വിജയൻ അല്ലേ, ഭഗവാൻ കൃഷ്ണൻ അഥവാ വന്നു. എന്താ അർജുന പ്രശ്നം എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങളൊരു കരാറൊക്കെ വെച്ചപ്പോൾ അതിൽ ഞാൻ തോറ്റുപോയി, പരാജയപ്പെട്ടു, ഇനിയിപ്പോൾ വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞ് അവസാനം ഭഗവാൻ ഹനുമാനുമായി ഇടപെട്ട് ഇനി ഒന്ന് കെട്ടാൻ പറഞ്ഞു അർജുനനോട്. അർജുനൻ ഗംഭീരമായിട്ട് ഒന്നും കൂടി കെട്ടി. ഹനുമാൻ എങ്ങനെ അതിന് മുകളിൽ നിന്ന് ചാടിയിട്ടും എന്തുണ്ടായില്ല, പാലം പൊളിഞ്ഞില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഭഗവാന് നരന് നാരായണനുണ്ടെങ്കിലേ ബലമുള്ളൂ, അർജുനന് വിജയനുണ്ടെങ്കിലേ എന്തുള്ളൂ, ശക്തിയുള്ളൂ. അതാണ് ആ അവതാരത്തിൻ്റെ ആ സഹസ്ര കവചനെ അവസാനം വരും നരനാരായണന്മാർ 99 കവചം ഭേദിച്ചു. അവസാനം പ്രളയം വന്നു, എല്ലാം ഭൂമിയിൽ ലയിച്ചു. ഈ സഹസ്ര കവചൻ ഒരു കവചമായിട്ട് ബാക്കി പോയി. ഇദ്ദേഹം പോയി സൂര്യനിൽ ലയിച്ചു, നരനാരായണന്മാർ സ്വർഗത്തിലും പോയി. ആ സഹസ്ര കവചൻ ആണ് പിന്നീട് ആരായി ജനിച്ചിരിക്കുന്നത്? കുന്തിയുടെ പുത്രനായിട്ടുള്ള കർണനായി ജനിച്ചത്. കർണൻ കുന്തിയുടെ പുത്രനാണെങ്കിലും ആസുരഭാവത്തിൽ പോയത് പൂർവജന്മം. അതാണ് തത്രതം ബുദ്ധി സംയോഗം അല്ലേ, ലഭതേ പർവ്വദൈഹികം. പൂർവജന്മവാസന നമ്മളെ പിന്തുടരും. ആരെന്ത് പറഞ്ഞിട്ടും ദുര്യോധൻ്റെ കൂടെ നിന്നതിൻ്റെ കാര്യം പൂർവജന്മവാസനയാണ്. അങ്ങനെ ആ കവചകുണ്ടലങ്ങളോടുകൂടി ജനിച്ച കർണന് കവചങ്ങൾ മുന്നേ തന്നെ ഇന്ദ്രൻ ദാനമായി ചോദിച്ചു വാങ്ങി, എന്നിട്ടാണ് വധിക്കാൻ കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സൽക്കർമ്മചാരികളായി നീങ്ങാനുള്ള അനുഗ്രഹം നേടുക എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതാ ആശീർവചനവും ചെയ്തു. കവികുലം ആശുപോകെന്നോ വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നോ വിളങ്ങിനാൻ. ഹനുമാൻ അങ്ങനെ ചാടാൻ വേണ്ടി തയ്യാറെടുത്തു. ആ മഹേന്ദ്രപർവ്വതത്തിൻ്റെ ഉപരിതലത്തിലേക്ക് അങ്ങ് അദ്ദേഹം കയറി. ഒരു നാഗാരിയെ പോലെ. എന്താണ് നാഗം പറഞ്ഞ സർപ്പത്തിൻ്റെ ശത്രു ആരാ? ഗരുഡൻ. അപ്പോൾ ഗരുഡൻ്റെ രൂപത്തിൽ ഗാംഭീര്യത്തോടു കൂടി ആ 2 കൈകളെയും അങ്ങനെ അടർത്തി വെച്ച് വാലൂർദ്ധമുഖമാക്കി ശിരസൂർദ്ധമുഖമാക്കി 2 കാലുകളെയും മടക്കി വെച്ച് അങ്ങ് ചാടാനുള്ള ഒരുക്കത്തിൽ നിർത്തിക്കൊണ്ടാണ് ഏത് കാണ്ഡം അവസാനിക്കുന്നത്? കിഷ്കിന്ധാകാന്ഡം. അപ്പം ഇനി ഹനുമാന് ചാടുകയേ വേണ്ടു അല്ലേ. അങ്ങനെ ആ കിഷ്കിന്ധ നമ്മളിപ്പോൾ അതെ ഹനുമാൻ. അപ്പം കിഷ്കിന്ധാകാന്ഡം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ രാമായണത്തിൽ എത്ര കാണ്ഡം? 6 കാണ്ഡം. രാമായണത്തിന് 7ൻ്റെ അഴകാന്നാണ് പറയാം. രാമായണത്തിൻ്റെ 7 അഴക് എന്താ? ഒന്ന് 7ൻ്റെ പ്രാധാന്യം. മഹാഭാരതത്തിന് 18ൻ്റെ ശോഭ എന്ന് പറയും അല്ലേ. ഒക്കെ 18, പർവം 18, യുദ്ധം 18, അതിലുപദേശിച്ച ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായം, അങ്ങനെ പലതുണ്ട്. എന്നാൽ രാമായണത്തിന് 7. എന്തൊക്കെയാണ് കാരണം? എന്താ? രാമായണം ഭഗവാന്റെ അവതാരം 7ാമത്തതാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ അല്ലേ. ഭഗവാന്റെ നാളേതാണ്? പുണർദം അല്ലേ. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം. അതും 7ആണ്. രാമരാവണ യുദ്ധം എത്ര ദിവസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യുദ്ധകാണ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ട് 7 ദിവസമാണ്. സീതാദേവിയെ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഉപേക്ഷിക്കുന്നുണ്ട്. ഉത്തരകാണ്ഡത്തിൽ നമുക്ക് കാണാം അല്ലേ. അത് എത്രാമത്തിലാണ്? 7ാമത്തതിലാണ്. സൂര്യവംശ രാജാക്കന്മാർക്ക് 7 കുതിരകളെ പൂട്ടിയ രഥമാണ്. ശ്രീരാമൻ ഏത് വംശത്തിൽപ്പെട്ട ആളാണ്? സൂര്യവംശത്തിലുള്ള ആളാണ്. പിന്നെ പണ്ട് കാലത്ത് നമ്മളിപ്പോൾ ഈ ജൂലൈയിലാണ് ഇപ്പോൾ കർക്കിടകം വരുന്നത് അല്ലേ. 14 വർഷമാണ് എന്ത് വനവാസം. അവിടെയുണ്ട് ഒരു 7ൻ്റെ കളി അല്ലേ. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഇപ്പം രാമായണത്തിൽ പണ്ട് ശുഭാശുഭത്വം നോക്കാൻ ഒരു പകുത്ത് നോക്കലുണ്ടായിരുന്നു. നമ്മൾ രാമായണമാണ് അവലംബാക്കിയിരുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് വന്നാൽ അതെങ്ങനെയാണ്, ശുഭമാണോ അശുഭമാണോ എന്ന് അറിയാൻ രാമായണം പകുത്ത് നോക്കിയാൽ പകുത്ത ഭാഗത്ത് 7 വരി നീക്കി 7 അക്ഷരം നീക്കി പിന്നെ വരുന്നത് എന്തോ അതാന്നൊക്കെയാണ്.
അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ 7ൻ്റെ അഴകിലുള്ളതാണ് രാമായണം. എന്താണ് അതിൻ്റെ ബാലകാന്ഡം, അയോധ്യകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, പിന്നെ ഉത്തരകാന്ഡം. അപ്പോൾ അതിലിപ്പോൾ ഇത്രയും നമ്മൾ പേര് പറഞ്ഞു. ബാലകാന്ഡം, ബാലകൻ അയോധ്യയിൽ ആരണ്യം തന്നെ ചെന്ന് കിഷ്കിന്ധരാജനോട് സുന്ദരൻ യുദ്ധം ചെയ്തു. ബാലകാന്ഡം എന്താണ്? ബാലകന്മാരായിരിക്കുന്ന കാലത്തെ അവസ്ഥയാണ് അല്ലേ. അയോധ്യയിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. വിച്ഛിന്നാഭിഷേകം, ദശരഥൻ്റെ ചരമം. ആരണ്യകാന്ഡോ കാട്ടിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം അതിനൊക്കെ അതിൻ്റെ തലക്കെട്ട് പേര് യുക്തമാണ്. പിന്നെ കിഷ്കിന്ധകാന്ഡോ, കിഷ്കിന്ധയിലെ വാനരരാജ്യമാണ് കിഷ്കിന്ധ അല്ലേ. ബാലി സുഗ്രീവന്മാരും അവരുമായിട്ടുള്ള കാര്യങ്ങളാണ് കിഷ്കിന്ധകാന്ഡം. പക്ഷെ അടുത്ത കാണ്ഡത്തിൻ്റെ പേരെന്താ? സുന്ദരകാന്ഡം. നമ്മളിവിടെയാണ് ചിന്തിക്കേണ്ടത്. എന്താ ഈ സുന്ദരകാന്ഡത്തിൻ്റെ ഔചിത്യം? ഏത് കാണ്ഡമാണ് രാമായണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പറയാ? എന്തുകൊണ്ട്? ഹനുമാൻ ആരാണ്? ദൂതനാണ് അല്ലേ. ദൂതനായിട്ടാണല്ലോ പോണേ. നഷ്ടാർത്ഥസ്യ പുനർലാഭം അല്ലേ. സുന്ദര പരികീർത്യത, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുന്നതിനെ സുന്ദരം എന്ന് വ്യപേക്ഷിക്കാറുണ്ട്, പരികീർത്തനം ചെയ്യാറുണ്ട്. അപ്പോൾ സുന്ദര ശബ്ദത്തിന് എന്തുണ്ട്? നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുന്ന അർത്ഥം ലഭിപ്പിക്കാനുള്ള. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം? ഈ രാമായണത്തിലെ കേന്ദ്രബിന്ദു എന്താണ്? സീതയെ നഷ്ടപ്പെട്ടു. ആ സീത ആരാണ്? ബ്രഹ്മവിദ്യയാണ് അല്ലേ. അത് തേടിപ്പോകുന്ന ഹനുമാൻ ആരാണ്? നമ്മളിലെ ഓരോരുത്തരിലെയും ജീവനാണ്. അപ്പോൾ ഒരു ജീവന് ഒരു സംസാര സാഗരം കടന്ന് ബ്രഹ്മവിദ്യയെ പ്രാപിക്കാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറയുന്ന നിർണായകമായിട്ടുള്ള സ്ഥിതിഗതിയാണ് ഇവിടെ ഈ സുന്ദരകാന്ഡത്തിൽ. അപ്പോൾ ധാരണ എന്ന ശബ്ദത്തിന് അകറ്റുക, ഇല്ലാതാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ദുഃഖത്തെ, എല്ലാവരുടെയും ദുഃഖത്തെ ഇല്ലാതാക്കി, അതായത് ഒരു മുമുക്ഷു ബ്രഹ്മവിദ്യയെ തേടി അത് കണ്ടെത്തി ഈശ്വര സാക്ഷാത്കാരം നേടി എന്നുള്ള പവിത്രമായിട്ടുള്ള അർത്ഥ അഥവാ ഔചിത്യവും ഇതിൽ വന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ് സുന്ദരകാന്ഡം എന്നതിൽ അഥവാ പറയാൻ കാരണം. വളരെ ഔചിത്യങ്ങളുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം ഇവിടെ അനുസ്മരിക്കുന്നുള്ളവർ നമുക്ക് സമുദ്ര ലംഘന ചിന്ത നടത്താൻ മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടത്തി. അതിപ്പോൾ തീരുമാനിച്ചു. ഹനുമാൻ ആ പർവ്വതത്തിൻ്റെ മുകളിൽ ചാടാനായി അവിടെ തയ്യാറായി നിൽക്കുന്നു. ഇനി മാർഗമധ്യത്തിലുണ്ടാകുന്ന വിഘ്നങ്ങളും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ശ്രീ ഹനുമാൻ ത്രികൂടപർവ്വതത്തിൻ്റെ മുകളിൽ കയറുന്നതും അഥവാ ലങ്കാലക്ഷ്മിയെ കാണുന്നതും ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. നമുക്ക് തന്നെ ദേവിയുടെ അപാരമായ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടുമാണ് ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാര്യങ്ങൾ അഥവാ തത്വങ്ങൾ പറയാൻ സാധിച്ചത്. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിമഹീശ ഗോബ്രാഹ്മണേഭ്യാം ശിവമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമരണം. സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത് രാവണകുംഭകർണവധനം. ഏതസ്യ രാമായണം രാമായ